ചോദ്യങ്ങൾ ഉന്നയിച്ചു. 10 അവസരങ്ങൾ അദ്ദേഹം ഉപയോഗിച്ചു. അദ്ദേഹത്തിന്റെ ചോദ്യങ്ങളെ എല്ലാം ഏകദേശം ഒരുപോലെ തന്നെയായിരുന്നു. അതിന് ഞാൻ വ്യക്തമായ മറുപടിയും പറഞ്ഞു. ഇനി ഞങ്ങൾക്ക് ചോദിക്കാനുള്ള അവസരമാണ്. നമ്മുടെ വാദപ്രതിവാദത്തിന്റെ വിഷയം ഞങ്ങളുടെ വാദമായി ഞങ്ങൾ എഴുതിയിട്ടുള്ളത് മുജാഹിദ് പ്രസ്ഥാനത്തിൽ 2002 ഉണ്ടായ പിളർപ്പിന് കാരണമായി ഉന്നയിക്കപ്പെട്ട വ്യതിയാന വിവരണങ്ങളിൽ 2001 ജൂൺ 4 പുളിക്കൽ മദീനത്തുൽ ഉലൂമിൽ ചേർന്ന കേരള ജംഇയ്യത്തുൽ ഉലമ നിർവാഹക സമിതി യോഗ തീരുമാനങ്ങളിൽ നിന്ന് നിങ്ങൾക്ക് വ്യതിയാനം സംഭവിച്ചിട്ടുണ്ട് എന്നാണ്. ആ തീരുമാനത്തിന്റെ ഒന്നാമത്തെ തീരുമാനമായി ജംഇയ്യത്ത് തീരുമാനിച്ചിട്ടുള്ളത് ഖുർആനും സുന്നത്തും മനസ്സിലാക്കുന്നതിനും വ്യാഖ്യാനിക്കുന്നതിനും മതപരമായ കാര്യങ്ങളിൽ സ്വീകരിച്ചാചരിക്കുന്നതിനും സച്ചരിതരായ സലഫിന്റെ മാർഗമാണ് നാം സ്വീകരിക്കേണ്ടത് എന്നാണ്. ഈ വിഷയത്തിൽ നിന്നുകൊണ്ട് ഞാൻ ഒന്നാമതായി ചോദിക്കുന്നു, നമുക്കറിയാമല്ലോ അള്ളാഹുവിന്റെ ഖുർആൻ എന്ന് പറഞ്ഞാൽ അത് മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം ഏറെ പ്രധാനപ്പെട്ടതാണ്. അതേപോലെ തന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസുകളും അതുപോലെ തന്നെ പ്രധാനപ്പെട്ടതാണ്. ഒരു വിശ്വാസി സംബന്ധിച്ചിടത്തോളം അള്ളാഹുവിന്റെ ഖുർആനിലുള്ള ഏതെങ്കിലും ഒരു കാര്യത്തെയോ അള്ളാഹുവിന്റെ പ്രവാചകനുള്ള ഏതെങ്കിലും ഒരു കാര്യത്തെയോ നിഷേധിച്ചാൽ അതിന്റെ ഗൗരവം വളരെ ഗുരുതരമാണ്. അതുകൊണ്ട് തന്നെ ഞങ്ങളുടെ ഒന്നാമത്തെ ചോദ്യം, അള്ളാഹുവിന്റെ വിശുദ്ധ ഖുർആനിൽ പറഞ്ഞ ചോദ്യം വിഷയവുമായി ബന്ധപ്പെട്ടതല്ല എന്ന് പറയാതിരിക്കാനാണ് ഞാൻ ആദ്യമായി കൊണ്ട് ഇവിടെ ജംഇയ്യത്തിന്റെ തീരുമാനം വായിച്ചത്. ഖുർആനും സുന്നത്തും മനസ്സിലാക്കുന്നതിൽ സലഫിന്റെ മാർഗം സ്വീകരിക്കേണ്ടതുണ്ട്. അത് നിങ്ങളും സ്വീകരിച്ച് ഒപ്പുവെച്ചതാണ്. ആ തീരുമാനം നിങ്ങളുടെ നേതാക്കന്മാർ ഒപ്പുവെച്ചിട്ടുണ്ട്. അതുകൊണ്ട് എന്റെ ഒന്നാമത്തെ ചോദ്യം, ശരിക്ക് സഹോദരന്മാർ ശ്രദ്ധിക്കണം. അള്ളാഹുവിന്റെ ഖുർആനിൽ പറഞ്ഞ ഒരു കാര്യത്തെയും ഞങ്ങൾ നിഷേധിച്ചിട്ടില്ല. ചോദ്യം ശരിക്ക് ശ്രദ്ധിക്കണം. അള്ളാഹുവിന്റെ ഖുർആനിൽ പറഞ്ഞിട്ടുള്ള ഒരു കാര്യത്തെയും ഞങ്ങൾ നിഷേധിച്ചിട്ടില്ല എന്ന് നിങ്ങൾക്ക് പറയാൻ ധൈര്യമുണ്ടോ? ഇതാണ് ഞങ്ങളുടെ ഒന്നാമത്തെ ചോദ്യം. ശരിക്കും ശ്രദ്ധിക്കണം. ചോദ്യം വിഷയവുമായി ബന്ധപ്പെട്ടത് തന്നെയാണ്. ഖുർആനും സുന്നത്തും മനസ്സിലാക്കുന്നതിൽ വ്യതിയാന ആരോപണ കാലത്ത് പോലും ഉന്നയിച്ചിട്ടില്ല. 99 മുതൽ 2002 വരെയുള്ള കാലഘട്ടങ്ങളിൽ ഞങ്ങൾക്കെതിരെ വന്നിരിക്കുന്ന ഒരു ആരോപണങ്ങളിലും ഖുർആനിലെ ഇന്ന വിഷയം ഞങ്ങൾ നിഷേധിക്കുന്നു എന്ന് പറഞ്ഞിട്ടില്ല. അത് പുതിയ കണ്ടുപിടുത്തമാണ്. ഏതായാലും ഞങ്ങൾക്ക് ആ വിഷയത്തെ ഒറ്റ വാക്കിൽ മറുപടി അറിഞ്ഞാൽ മതി. ഞങ്ങൾ അങ്ങനെ ഒരു കാര്യവും നിഷേധിച്ചിട്ടില്ല, നിഷേധിക്കുന്നില്ല. ചോദ്യം അവിടെ കഴിഞ്ഞു, ഉത്തരം അവിടെ കഴിഞ്ഞു. ഇനി അനുബന്ധമായി എനിക്ക് പറയാനുള്ളത്, ഇയാൾ നേരത്തെ ഒരു കള്ളക്കളി നടത്തിയിട്ടുണ്ട്. ഖുനൂത്തിനെ കുറിച്ച് ഇവിടെ ജംഇയ്യത്തുൽ ഉലമയിലെ തീരുമാനം വന്നപ്പോ ആ ഭാഗം അദ്ദേഹം ഇവിടെ വായിക്കാൻ ശ്രമിച്ചു. എന്താ അറിയോ, അദ്ദേഹം അതിനെക്കുറിച്ച് പറഞ്ഞു വന്നിട്ട് അതിലെ പ്രതികരണം വായിച്ചപ്പോ ഭയങ്കര തമാശ. എന്താ പ്രതികരണം? ഖുനൂത്ത് ഓതുന്ന പള്ളിയിൽ പോയാൽ ഓതാമെന്നും ഓതാത്ത പള്ളിയിൽ പോയാൽ ഓതേണ്ടതില്ല എന്നുള്ള നിലപാട് ശരിയല്ല എന്നുള്ള ആരോപണം. അതിനെക്കുറിച്ച് ആരോപിതരുടെ പ്രതികരണം, ഇങ്ങനെ ഒരു വാദം തങ്ങൾക്കില്ലെന്ന് ആരോപിതർ വിശദീകരിച്ചു. സുഹൃത്തുക്കളെ, ഇതെങ്ങനെയാ ഉമർ മൗലവിയുമായി ബന്ധപ്പെടുത്തുക? 2001 ഈ ചർച്ചകൾ നടക്കുമ്പോൾ ഉമർ മൗലവി മണ്ണിനടിയിലാണ്. ഞാൻ ഉമർ മൗലവി ഈ വിഷയത്തെ ന്യായീകരിച്ച് സംസാരിച്ചപ്പോ ആ വിഷയത്തെ നിങ്ങൾ എന്തുകൊണ്ട് വ്യതിയാനം ആരോപിച്ചില്ല എന്നായിരുന്നു ചോദിച്ചത്. അതിനെന്താ, ആ വിഷയം ജംഇയ്യത്തുൽ ഉലമ ചർച്ച ചെയ്തിട്ടുണ്ട്. എന്നിട്ട് ആരോപിതർ മറുപടിയും പറഞ്ഞിട്ടുണ്ട്. ആരോപിതർ പറഞ്ഞ മറുപടി ഏതാ? ഇത് ഹുസൈൻ മടവൂരിനെ കുറിച്ചും മറ്റുള്ളവരെ കുറിച്ചും മാത്രം. ഉമർ മൗലവിയെ കുറിച്ചാണ് ഈ പരാമർശമെങ്കിൽ ഉമർ മൗലവി 2001 വന്ന് ഈ കാര്യങ്ങൾക്ക് മറുപടി പറഞ്ഞോ? അല്ലെങ്കിൽ എനിക്കങ്ങനെ വാദമില്ല എന്ന് പറഞ്ഞോ? ഉമർ മൗലവി മരിക്കുമ്പോഴും എനിക്കങ്ങനെ വാദമില്ല എന്ന് പറഞ്ഞിട്ടില്ല. മറിച്ച് ഖുനൂത്ത് ബിദ്അത്താണ് എന്ന് മുറിച്ചു പറയാൻ എന്റെ മനസ്സനുവദിക്കുന്നില്ല എന്നാണ് അദ്ദേഹം പറഞ്ഞത്. തിരുത്താൻ ആവശ്യപ്പെട്ടപ്പോൾ എനിക്ക് എന്റെ മനസ്സുകൊണ്ട് ചിന്തിക്കാനേ പറ്റൂ എന്ന് പറഞ്ഞ് അതിൽ തന്നെ ഉറച്ചു നിൽക്കുകയും ചെയ്തു. അങ്ങനെയുള്ള ഉമർ മൗലവിക്കെതിരെ എന്തുകൊണ്ട് വ്യതിയാനം ആരോപിച്ചില്ല എന്ന് ചോദിക്കുമ്പോ മറികടക്കാൻ വേണ്ടി ഒരു കോട്ടിമാറ്റം നടത്തിയതാണ്. ഇവിടെ ഖുനൂത്തിനെ കുറിച്ച് ഇവിടെ ചർച്ച ചെയ്തിട്ടുണ്ടല്ലോ, അത് അങ്ങനെ തന്നെ വന്നിട്ടുണ്ടല്ലോ എന്നത് ചർച്ച ചെയ്തിട്ടുണ്ട്, വന്നിട്ടുമുണ്ട്. പക്ഷെ ഉമർ മൗലവിയുടെ വിഷയത്തിൽ എന്തു മറുപടി, എന്തു തീരുമാനം? അദ്ദേഹത്തിന് വ്യതിയാനം സംഭവിച്ചോ ഇല്ലേ? ഈ വിഷയം തിരുത്താതെ മരണപ്പെട്ടു പോയിരിക്കുന്ന ഉമർ മൗലവിക്ക് വ്യതിയാനം സംഭവിച്ചുവോ ഇല്ലയോ എന്ന വിഷയത്തിൽ മറുപടി കിട്ടിയിട്ടില്ല. നിങ്ങളാകെ ലഭിച്ചിരിക്കുന്ന സമയം ഉപയോഗപ്പെടുത്തി ചോദിച്ചിരിക്കുന്ന ഒരേ ഒരു ചോദ്യം, അതിന് കൃത്യമായ മറുപടി ഞങ്ങൾ നൽകിയിട്ടുമുണ്ട്. പിന്നെ
ഇത് സംബന്ധമായി തന്നെ ചില വിഷയങ്ങൾ പറഞ്ഞല്ലോ. ആശയ സമന്വയത്തെ കുറിച്ച് നേരത്തെ സംസാരിച്ചു. അത് KNMന്റെ റിപ്പോർട്ടിൽ വരെ അംഗീകരിച്ചിരിക്കുന്ന വിഷയമാണ്. അതൊക്കെ മറച്ചുവെച്ചും മറികടന്നുമാണ് ഇവർ മുന്നോട്ട് പോകുന്നത്. എനിക്ക് തോന്നുന്നത് ഇവിടെ സംസാരിക്കുന്നതിൽ ഒന്നോ രണ്ടോ വ്യക്തികളൊഴികെ മറ്റുള്ളവർക്ക് സംഘടനാ പ്രശ്നങ്ങളോ ആദർശ വ്യതിയാന ആരോപണ പ്രശ്നങ്ങളോ അറിയില്ല. കാരണം ആ കാലഘട്ടത്തിൽ സംഘടനാ രംഗത്ത് പ്രവർത്തിക്കുവാൻ ഇവരെ കണ്ടതായി ഓർക്കുന്നില്ല. ഒരുപക്ഷെ പ്രായത്തിന്റെ കുറവായിരിക്കാം. എന്നാൽ പോലും അതറിയാത്തത് കൊണ്ടോ മനസ്സിലാവാത്തത് കൊണ്ടോ പ്രതികരിക്കുവാൻ സാധിക്കാത്തത് ഉരുണ്ടുമറിയുകയാണ് അവർക്ക് ലഭിച്ചിരിക്കുന്ന ഉത്തരം പറയേണ്ട സമയങ്ങളിൽ അവർ ചെയ്തിരിക്കുന്നത്. അതാണ് ഇതുവരെ നടന്നിട്ടുള്ളതും ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നതും. ഇൻഷാ അല്ലാഹ് ചോദ്യങ്ങൾ അത് യഥാവിധി വന്നാൽ ഇവിടെ നിന്ന് കൃത്യമായി മറുപടി ലഭിക്കും. അപ്പുറത്തുനിന്നുണ്ടായ പോലെ വ്യക്തമായി പറഞ്ഞിരിക്കുന്നു എന്ന് പറഞ്ഞ് തടിയൂരല്ല, പറയണം. അതാണ് ഞങ്ങളുടെ നിലപാട്. ഉത്തരം പറഞ്ഞുകൊണ്ടേ മുന്നോട്ട് പോകുള്ളൂ. ചോദ്യങ്ങൾക്ക് നിങ്ങളെപ്പോലെ ചോദ്യങ്ങൾ കേട്ടില്ല, ചോദ്യങ്ങൾ ചോദിച്ചിട്ടില്ല എന്നൊക്കെ പറഞ്ഞ് തടി സലാമത്താക്കൂല. അവസാനം കണ്ട പറഞ്ഞല്ലോ 10 ചോദ്യം ചോദിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് അയാൾ ആമുഖം, പിന്നെ 10 തവണയും ഉപയോഗപ്പെടുത്തി എന്ന് പിന്നെയും പറഞ്ഞു. അപ്പൊ ഇങ്ങനെ ഞങ്ങളുടെ അവസരം ഉപയോഗപ്പെടുത്തി ചോദ്യങ്ങൾ ചോദിച്ചിട്ടുണ്ട്. കൃത്യവും വ്യക്തവുമായിരിക്കുന്ന ഉത്തരങ്ങൾ അവിടെ നിന്ന് വന്നിട്ടില്ല. നിങ്ങളുടെ അവസരം ഉപയോഗപ്പെടുത്തി ചോദിച്ചിരിക്കുന്ന ഒരേ ഒരു ചോദ്യത്തിന് കൃത്യമായ ഉത്തരം നൽകി കഴിഞ്ഞിട്ടുണ്ട്. ഇനിയും നിങ്ങളുടെ ചോദ്യങ്ങളെ പ്രതീക്ഷിക്കുന്നു. അപ്പോ എന്റെ ചോദ്യം ലത്തീഫ് മൗലവിയെ ബുദ്ധിമുട്ടിലാക്കി എന്നാണ് തോന്നുന്നത്. ആരെ ഉദ്ദേശിച്ചതാണ് നിങ്ങൾ ചോദിച്ചത്? നിങ്ങൾ എന്ന് പറഞ്ഞാൽ പിന്നെ ആരാ? അപ്പൊ നിങ്ങൾക്ക് അഡ്രസ് ഇല്ലേ? അപ്പൊ നിങ്ങൾക്ക് ഇപ്പൊ അഡ്രസ് ഇല്ലാതായോ? വാല് പോയാ? അപ്പോ നിങ്ങൾ നിഷേധിച്ചിട്ടുണ്ടെന്ന് പറയാൻ, അഥവാ നിങ്ങൾ എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഇരിക്കുന്ന 9 ആൾക്കാരല്ല, നിങ്ങളുടെ സംഘടനയിലെ അല്ലെങ്കിൽ നിങ്ങളുടെ കൂട്ടത്തിൽപ്പെട്ട ആരെങ്കിലും നിഷേധിച്ചിട്ടുണ്ടോ? അദ്ദേഹം ഇവിടെ പറഞ്ഞു അൽഹംദുലില്ലാ ഞങ്ങൾ ആരും അങ്ങനെ നിഷേധിച്ചിട്ടില്ല. പക്ഷെ നിഷേധിച്ചിട്ടുണ്ട്. വസ്സമാവാത്തും മത്വിയാത്തും ബിയമീനിഹി എന്ന ആയത്തിനെ വിശദീകരിച്ചുകൊണ്ട് നിങ്ങളുടെ കൂട്ടത്തിൽപ്പെട്ട ആളുകൾ എഴുതിയിട്ടുണ്ട്, ഇത് അല്ലാഹു സുബ്ഹാനഹു വ തആല ആകാശഭൂമികൾ അവന്റെ യമീന് കൊണ്ട് ചുരുട്ടി പിടിക്കുമെന്ന് പറഞ്ഞ ആയത്തിനെ വിശദീകരിച്ചുകൊണ്ട് നിങ്ങൾ എഴുതിയിട്ടുണ്ട്. അത് മുസ്ലിമുകളുടെ വിശ്വാസമല്ലോ, ജൂതന്മാരുടെ വിശ്വാസമായിരുന്നു. നിങ്ങൾ എഴുതിയിട്ടുണ്ട്. നിഷേധിക്കാൻ തയ്യാറാകുമോ? അള്ളാഹുവിന്റെ ഖുർആനിൽ അല്ലാഹു പറയുന്നു അള്ളാഹു ആകാശഭൂമികളെ ചുരുട്ടിപ്പിടിക്കുമെന്ന്. അള്ളാഹുവിന്റെ പ്രവാചകന്റെ ഹദീസിൽ അത് കൃത്യമായി പഠിപ്പിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ കിതാബ് തൗഹീദിൽ മടവൂര് പറഞ്ഞല്ലോ, എന്ത് അഖീദ പഠിക്കാൻ കിതാബ് തൗഹീദ് പഠിക്കണമെന്ന്. ആ കിതാബ് തൗഹീദ് പഠിപ്പിച്ചു അതിന്റെ അവസാന ഭാഗത്ത് ഈ വിഷയം വിശദീകരിച്ചിട്ടുണ്ട്. അപ്പൊ ഞാൻ തെളിവ് പറഞ്ഞിട്ടുണ്ട്. അഥവാ നിങ്ങൾ നിഷേധിച്ചിട്ടുണ്ട് ഈ ആയത്തിന്റെ വിശദീകരണത്തിൽ വന്ന അള്ളാഹു ആകാശഭൂമികളെ ചുരുട്ടിപ്പിടിക്കുമെന്ന അതിനെ നിങ്ങൾ നിഷേധിച്ചിട്ടുണ്ട്. തൽക്കാലം ഒരു ഉദാഹരണം. ഇനി രണ്ടാമത്തെ എന്റെ ചോദ്യം, ഞങ്ങൾ ചോദ്യം ചോദിക്കുന്നത് ആളുകൾക്ക് വിഷയം പഠിപ്പിച്ചു കൊടുക്കാനാ, മനസ്സിലല്ലേ? അതുകൊണ്ട് നിങ്ങൾ നിഷേധിച്ചിട്ടുണ്ട്, നിങ്ങളുടെ അതിൽ ഗണ്ണിക്കണം. അതിന് കൃത്യമായി കൊണ്ട് ഞങ്ങൾ ചോദിച്ചാൽ തെളിവ് തരും. രണ്ടാമത്തെ ഞങ്ങളുടെ ചോദ്യം, ഇതൊക്കെ ആളുകൾക്ക് വേണ്ടിയിട്ട സംവാദം. ഞങ്ങളുടെ രണ്ടാമത്തെ ചോദ്യം, അല്ലാഹുവിന്റെ സിഫാത്തിൽ ഏതെങ്കിലും ഒന്നിനെ ഞങ്ങൾ നിഷേധിച്ചിട്ടില്ല എന്ന് പറയാൻ നിങ്ങൾക്ക് ധൈര്യമുണ്ടോ? അത് മൻഹജിൽ നിന്നുകൊണ്ടാണ് ഞങ്ങൾ ചോദിക്കുന്നത്. അദ്ദേഹം പറഞ്ഞു, പിന്നെ ഉത്തരം പറഞ്ഞിട്ട് പിന്നെ ഇങ്ങോട്ട് ചോദിക്കുക മൗലവി അത് ആദ്യം നിങ്ങൾ പറഞ്ഞതിനെതിരാണ്. ഇപ്പൊ എന്റെ ചോദ്യം ഇപ്പൊ നിങ്ങൾ മറുപടി പറയും. അപ്പൊ ഞങ്ങളുടെ രണ്ടാമത്തെ ചോദ്യം ഇതാണ്, അള്ളാഹുവിന്റെ സിഫത്തുകളിൽപ്പെട്ട ഏതെങ്കിലും ഒരു സിഫത്തിനെ ഞങ്ങൾ നിഷേധിച്ചിട്ടില്ല എന്ന് പറയാൻ നിങ്ങൾക്ക് ധൈര്യമുണ്ടോ? ഞങ്ങൾ ആദ്യത്തെ ചോദ്യങ്ങൾ മറുപടി പറഞ്ഞു, ഞാൻ നിഷേധിച്ചതിന് ഉദാഹരണം തന്നു, അതിൽ നിങ്ങൾ ഗണ്ണിക്കണം. ഇനി രണ്ടാമത്തെ എന്റെ ചോദ്യം, അള്ളാഹുവിന്റെ സിഫത്തിൽപ്പെട്ട ഏതെങ്കിലും ഒരു സിഫത്തിനെ ഞങ്ങളുടെ കൂട്ടത്തിൽപ്പെട്ട ആരും നിഷേധിച്ചിട്ടില്ല എന്ന് പറയാൻ നിങ്ങൾക്ക് ധൈര്യമുണ്ടോ? ഇനി മാത്രവുമല്ല, ലത്തീഫ് മൗലവിക്ക് അങ്ങനത്തെ ചോദ്യം വന്ന് ഇടങ്ങേറാകുന്നുണ്ടെങ്കിൽ അത് കുഴിപ്പുറം സുല്ലിമി അപ്പുറത്തിരിക്കുന്നുണ്ടല്ലോ, അദ്ദേഹമാണെങ്കിൽ മറുപടി ആരെ പറഞ്ഞാലും ശരി ഈ ചോദ്യത്തിന് കൃത്യമായ മറുപടി പറയണം. എന്താ മറുപടി? എന്താണെന്ന് എന്റെ ചോദ്യം കൃത്യമായി കൊണ്ട് നിങ്ങൾ മനസ്സിലാക്കണം. അള്ളാഹുവിന്റെ സിഫത്തുകളിൽപ്പെട്ട ഏതെങ്കിലും ഒരു സിഫത്തിനെ എന്നോട് ഈ വിഭാഗത്തോട് ചോദിച്ചിരിക്കുന്ന ഒന്നാമത്തെ ചോദ്യം, വിശുദ്ധ ഖുർആനിലുള്ള ഏതെങ്കിലും വിഷയങ്ങൾ നമ്മൾ നിഷേധിച്ചിട്ടുണ്ടോ എന്നാണ്. ഇല്ല എന്ന് നമ്മൾ മറുപടി പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഞങ്ങൾ നിഷേധിച്ചിട്ടുണ്ട് എങ്കിൽ അത് തെളിയിക്കണം. അത് തെളിയിക്കാതെ വീണ്ടും ആ ചോദ്യം ചോദിക്കുന്നതിന് അർത്ഥമില്ല. ഞാൻ ഞങ്ങളോടുള്ള ചോദ്യത്തിന് കൃത്യമായി മറുപടി പറഞ്ഞിട്ടുണ്ട്.
ഞങ്ങൾ നിഷേധിച്ചിട്ടില്ല. മറ്റൊരു ചോദ്യം വന്നത് അള്ളാഹുവിന്റെ സിഫാത്തുകളെ ഞങ്ങൾ നിഷേധിച്ചിട്ടുണ്ടെന്ന്. ഞങ്ങൾ നിഷേധിച്ചിട്ടില്ല. വിശുദ്ധ ഖുർആനിലെ ഏതെങ്കിലും അധ്യാപനങ്ങളെ, ഏതെങ്കിലും പരാമർശങ്ങളെ, ഏതെങ്കിലും ആശയങ്ങളെ, ആദർശങ്ങളെ നിഷേധിക്കുന്ന പ്രവണതയുള്ളവരല്ല ഞങ്ങൾ. അത് ഞങ്ങൾക്ക് നേരിൽ ഒരു പുതിയ ആരോപണത്തിനുള്ള വടിയിടുകയാണ്. 99 ആദർശ വ്യതിയാന ആരോപണങ്ങളിൽ ഒന്നുപോലും അന്നു നിലനിൽക്കാത്ത പോലെ തന്നെ ഇന്നും നിലനിൽക്കാത്തതിനാൽ പുതിയ വല്ല പാലത്തിനും കയറി രക്ഷപ്പെടുവാനുള്ള ശ്രമത്തിന്റെ ഭാഗമാണ് ഇങ്ങനെയുള്ള ചോദ്യങ്ങൾ. അതാണ് സംഗതി. അത് അടിസ്ഥാനപരമായിട്ട് നമ്മൾ പറയുന്നത്. ഈ സംവാദത്തിലെ വിഷയം തന്നെ എന്താ? 2002 പിളർപ്പിന് കാരണമായി ഉന്നയിക്കപ്പെട്ടിരിക്കുന്ന ആദർശ വ്യതിയാന ആരോപണങ്ങൾ. ആ ആദർശ വ്യതിയാന ആരോപണങ്ങൾ എവിടെയും നമ്മൾ അള്ളാഹുവിന്റെ സിഫാത്തിനെ നിഷേധിച്ചുവെന്നോ ഖുർആനെ നിഷേധിച്ചുവെന്നോ ഉള്ള ഒരു പരാമർശം പോലും ഞങ്ങൾ അംഗീകരിച്ചു കൊടുത്തിട്ടില്ല. ഞങ്ങളത് ഇന്നും അംഗീകരിക്കുന്നില്ല. ഞങ്ങൾക്ക് അങ്ങനെ ഒരു ധാരണയുമില്ല. മറിച്ച് ഇസ്ലാം ഈ വിഷയത്തിൽ വിശുദ്ധ ഖുർആനും സ്വഹീഹായിരിക്കുന്ന ഹദീസുകളും ഇങ്ങനെയുള്ള വിഷയങ്ങളിൽ എന്തു പറഞ്ഞുവോ അവിടെയാണ് നമ്മൾ നിൽക്കുന്നത്. കാരണം ഞങ്ങൾ സലഫിന്റെ മനഹജ് സ്വീകരിക്കുന്നു. ഇന്ന് അറബ് ലോകത്തുള്ള ഈ അറബികളുടെ സലഫുണ്ടല്ലോ, മനഹജ് ഉണ്ടല്ലോ, അത് ഞങ്ങൾ സ്വീകരിച്ചു കൊള്ളണമെന്നില്ല. സലഫിന്റെ മനഹജ്, സച്ചരിതരായിരിക്കുന്ന സലഫിന്റെ മനഹജ് സ്വീകരിച്ചുകൊണ്ടാണ് ഞങ്ങൾ ഇന്ന് വരെ മുന്നോട്ട് പോയിട്ടുള്ളത്. ഇനിയും അങ്ങനെ തന്നെയാണ് മുന്നോട്ട് പോകുന്നത്. അതുകൊണ്ട് അവിടെ നിങ്ങൾക്ക് പുതിയ വഴിത്തിരിവിലേക്ക് പോയിട്ട് രക്ഷപ്പെടാൻ കഴിയില്ല. നിങ്ങളുടെ ചോദ്യാവസരങ്ങൾ പോലും 2002 ആദർശ വ്യതിയാന ആരോപണങ്ങളുമായി ബന്ധപ്പെട്ട് വരാതിരിക്കുവാൻ പരമാവധി ശ്രദ്ധിച്ചുകൊണ്ടാണ് നിങ്ങൾ പോകുന്നത്. കാരണം അതിൽ ഞങ്ങൾ അങ്ങോട്ട് ചോദിച്ചാൽ ഉത്തരം പറയാൻ നിങ്ങൾക്ക് കഴിയില്ല. നിങ്ങൾക്ക് അതിൽ കൃത്യമായൊരു ചോദ്യം പോലും ഇങ്ങോട്ട് ചോദിക്കാനും കഴിയില്ല. ചോദ്യമില്ലാത്ത, ഉത്തരമില്ലാത്ത ഒരു അവസ്ഥയിൽ മുന്നോട്ട് പോകുന്ന ആളുകളാണ് നിങ്ങൾ എന്നത് വളരെ വ്യക്തമായി സദസ്സിനും സമൂഹത്തിനും ബോധ്യമായിട്ടുണ്ട്. അതാണ് വസ്തുത. ആ വിഷയത്തിൽ കൃത്യമായൊരു ചോദ്യം പോലും ചോദിക്കുവാൻ കഴിയാത്ത വിധം നിങ്ങൾ ആ വിഷയത്തിൽ തടഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പോഴാണ് പ്രശ്നം. ഇവിടുന്ന് ആള് മാറിക്കിട്ടണം. ഇവിടെ ആള് മാറണോ വേണ്ടെന്നുള്ളത് അത് ഞങ്ങൾ തീരുമാനിച്ചോളാം. ഞങ്ങൾ തീരുമാനിക്കുമ്പോൾ ആള് മാറണമെങ്കിൽ മാറും, മാറണ്ടാന്ന് തോന്നിയാൽ മാറൂല. പക്ഷേ അപ്പുറത്തുള്ള ആൾക്കാർക്ക് ഇവിടെ ആള് മാറിക്കിട്ടൽ ഭയങ്കര നിർബന്ധമായിട്ടുണ്ട്. എന്റെ ഇടങ്ങേറ് കഷായം കുടിച്ചിട്ട് ഇങ്ങനെ കയറുന്നില്ലേ? ബുദ്ധിമുട്ടാകുന്നുണ്ടോ? വല്ലാത്ത പ്രയാസമുണ്ടോ? ഇത് ഞാനതാ പറഞ്ഞത്, വിഷയത്തിൽ നിന്നുകൊണ്ട് തന്നെയാ. പുതിയ വിഷയത്തിലേക്ക് പറഞ്ഞു. ഞാൻ പറഞ്ഞല്ലോ, ഇതിൽ പലതും അടുത്തായി നമ്മൾ തന്നെ പറയുന്ന വിഷയങ്ങളാണ് അവിടെ കാര്യങ്ങൾ പോകുന്നത്. പിന്നെ ഞാൻ കഴിഞ്ഞ സംസ്ഥാനത്തിൽ ആവർത്തിച്ചു വന്ന വിഷയം ഞങ്ങൾക്കെതിരെ അത് പ്രസിദ്ധീകരിച്ചത് KNM-നെതിരെ നിങ്ങൾ ഒരിക്കൽ പോലും ആദർശ വ്യതിയാനം ആരോപിച്ചിട്ടില്ല. അതിനെ ന്യായീകരിച്ചുകൊണ്ട് അൽമനാറിൽ എഴുതിയത് AP അബ്ദുൽ ഖാദർ മൗലവി. എന്നിട്ട് അദ്ദേഹത്തിനെതിരിലും ഒരു ആദർശ വ്യതിയാനവും ആരോപിച്ചിട്ടില്ല. നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ ഉമർ മൗലവിക്കെതിരെ ആദർശ വ്യതിയാനം ആരോപിച്ചില്ല, കുഞ്ഞീദ് മുതലിക്കെതിരെ ആരോപിച്ചില്ല, സുഹൈർ ചുങ്കത്രക്കെതിരെ ആരോപിച്ചില്ല, അതുപോലെ ഹുസൈൻ സലഫിക്കെതിരെ ആരോപിച്ചില്ല. എന്തായിരുന്നു കാരണം? ഇവർ നോട്ടമിട്ടുകൊണ്ടിരിക്കുന്ന അധികാര കസേരകളിലേക്ക് അത്ര പെട്ടെന്ന് എത്തുകയില്ല എന്ന തിരിച്ചറിവുള്ളത് കൊണ്ട് അവരെ തൽക്കാലം വിടുകയും അധികാര കസേരകളിലേക്ക് എത്തുവാൻ സാധ്യതയുണ്ട്, ജനങ്ങൾ കൊണ്ടുവരും, അവർ കയറ്റിയിരുത്തും എന്ന് ബോധ്യമുള്ള ആളുകളെ അരുക്കാക്കാൻ വേണ്ടി മാത്രമാണ് യഥാർത്ഥത്തിൽ ആദർശ വ്യതിയാന ആരോപണമെന്ന ഉട്ടോപ്പിയയുമായി നിങ്ങൾ കടന്നു വന്നത്. അതുകൊണ്ടാണ് ആ വിഷയത്തിൽ നിന്നുകൊണ്ട് കൃത്യമായ ചോദ്യം പോലും ചോദിക്കുവാൻ നിങ്ങൾക്ക് സാധിക്കാത്തത് എന്ന് ഈ സന്ദർഭത്തിൽ ഒരിക്കൽ കൂടി ആവർത്തിച്ചു ബോധ്യപ്പെടുത്താൻ. ലത്തീഫ് മൗലവിക്ക് നല്ലോണം പ്രസംഗിക്കാൻ അറിയാം, കുറച്ചൊക്കെ പാടാനും അറിയാം. ഇവിടെ കേരള നദുവത്തുൽ മുജാഹിദീൻ എന്നാ കാണുന്നത്, കേരള നദുവത്തുൽ ഖുറാഫിയീൻ ആക്കണമെന്ന് ഇപ്പൊ ഞങ്ങൾക്ക് തോന്നുകയാണ്. കാരണം ഖുറാഫികളുടെ സകല അടയാളങ്ങളും ഇപ്പോൾ പ്രകടിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്റെ ഒന്നാമത്തെ ചോദ്യം എന്തായിരുന്നു മൗലവി? നിങ്ങൾ നിഷേധിച്ചിട്ടുണ്ട്. ഞാൻ നിങ്ങൾക്ക് ഉദാഹരണം പറഞ്ഞു. എന്താ നിങ്ങൾ തൊടാത്തത്? വസ്സമാവാത്തും മത്വിയാത്തും ബിയമീനിഹി എന്ന ആയത്തിൽ പറഞ്ഞ അള്ളാഹു ആകാശഭൂമികളെ ചുരുട്ടിപ്പിടിക്കുമെന്ന അള്ളാഹുവിന്റെ ഖുർആനിന്റെ ആദർശത്തെ നിങ്ങൾ നിഷേധിച്ചിട്ടുണ്ട്. ഇല്ലെന്ന് പറ. അള്ളാഹുവിന്റെ ഖുർആനിൽ പറഞ്ഞ വസ്സമാവാത്തും മത്വിയാത്തും എന്ന ഇസ്ലാമിന്റെ ആദർശത്തെ ജൂദായിസമായി നിങ്ങൾ ചിത്രീകരിച്ചിട്ടുണ്ട്. ജൂദായിസ് എന്ന് പറഞ്ഞു അള്ളാന്റെ ഖുർആനിൽ പറഞ്ഞ ആദർശത്തെ. അള്ളാന്റെ ഖുർആൻ ജൂതന്മാരാ തന്നെ? അങ്ങനെ നിങ്ങൾക്ക് വാദമുണ്ടോ? അതാണ് പറഞ്ഞത്. അതിന് തെളിവ് ചോദിക്കുക. അതാണ് നിഷേധം. അത് നിഷേധം തന്നെയാണ്. അള്ളാഹുവിന്റെ ഖുർആനിൽ പറഞ്ഞതിന് നിഷേധിച്ചാൽ അവൻ ഇസ്ലാം എന്ന് പുറത്താ.
മനസ്സിലാക്കിക്കോളി. ഇനി രണ്ടാമത്തെ ചോദ്യം, അള്ളാഹുവിന്റെ സിഫത്തിൽപ്പെട്ട ഏതെങ്കിലും ഞങ്ങൾ നിഷേധിച്ചിട്ടുണ്ടോ എന്ന്. ഇയാൾ പറഞ്ഞു ഉണ്ട് എന്ന് ഏതായാലും പറയാൻ പറ്റില്ല, കാരണം ഈ കോമി ആവേശത്തോട് തെക്കിബീർ അല്ലല്ലേ, ആ തെക്കിബീർ നിൽക്കും. ഉണ്ട്, നിങ്ങൾ നിഷേധിച്ചിട്ടുണ്ട്. ഇത് നിങ്ങളുടെ ശബാബ്, നിങ്ങൾ ഇറക്കിക്കൊണ്ടിരിക്കുന്ന ശബാബ് വാരിക. ഈ ശബാബ് വാരികയിൽ നിങ്ങളുടെ ഏറ്റവും വലിയ ഹദീസ് പണ്ഡിതനായിട്ടുള്ള ആളേതാണ്. അള്ളാഹുന്റെ നുസൂലിനെ സംബന്ധിച്ച് എന്തായിരുന്നറിയോ? അള്ളാഹു ഇറങ്ങുമെന്ന് പറഞ്ഞാൽ ഈ പ്രക്രിയ 24 മണിക്കൂർ നടന്നുകൊണ്ടിരിക്കും. അപ്പോൾ ഇറക്കം നുസൂൽ എന്നതിന് ഇവർ നൽകുന്ന ബാഹ്യാർത്ഥ പ്രകാരം സിംഹാസനത്തിൽ ആരോഹണം ചെയ്യാൻ അള്ളാഹുവിന് സമയമുണ്ടാവുകയില്ല എന്ന് ഈ ഖുറാഫാത്ത്, ഈ പേരോടിയൻ സിദ്ധാന്തം, ഈ അള്ളാഹുവിന്റെ നുസൂൽ എന്ന സിഫത്തിനെ നിങ്ങൾ നിഷേധിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഞങ്ങളുടെ മൂന്നാമത്തെ ചോദ്യം, രണ്ടാമത്തെ ചോദ്യം ഞങ്ങൾ തെളിവ് തന്നു, മൂന്നാമത്തെ ചോദ്യം ഇതാണ്. ശരിക്കും പഠിച്ചോ, രണ്ട് ചോദ്യം എന്റെ സാധാരണക്കാർ ശ്രദ്ധിക്കണം. ഈ രണ്ട് വിഷയത്തെ അവർ ഗണ്ണിക്കേണ്ടതുണ്ട്. മൂന്നാമത്തെ ചോദ്യം, അള്ളാഹുവിന്റെ ഖുർആനിൽ അള്ള പറഞ്ഞിട്ടില്ലാത്ത ഏതെങ്കിലും ഒരു കാര്യം ഞങ്ങൾ അള്ളാഹുവിന്റെ ഖുർആനിന്റെ പേരിൽ കെട്ടിപ്പറഞ്ഞിട്ടില്ല എന്ന് പറയാൻ നിങ്ങൾക്ക് ധൈര്യമുണ്ടോ? ചോദ്യം മൻഹജിൽ തന്നെയാണുള്ളത്. ഖുർആനും ഹദീസും മനസ്സിലാക്കുന്നതിലാണ് മൻഹജ് വേണ്ടത്. നിങ്ങൾ ആ മൻഹജിന് വ്യതിയാനം തന്നു മൗലവി. നമ്മുടെ സംവാദത്തിന്റെ ഞങ്ങളുടെ ഇത് വാദം എന്താ? നിങ്ങൾക്ക് ആ യോഗ തീരുമാനങ്ങൾ വ്യതിയാനം സംഭവിച്ചിട്ടുണ്ടെന്നാ. ഞങ്ങള് ഖുറാഫാത്തിലേക്ക് പോകുന്നു എന്നാണ് പുതിയ കണ്ടുപിടുത്തം. അത് അബ്ദുൽ ഹമീദ് ഫൈസി അമ്പലക്കടവിനോട് ചോദിക്കണ്ടേ? അവരെല്ലാം ഔദ്യോഗികമായി നാട് നീളെ ജനങ്ങളുടെ മുഴുവനും സാക്ഷി നിർത്തിക്കൊണ്ട് ടെലിവിഷനിലൂടെയും പത്രകോളങ്ങളുടെയും നിങ്ങളെ സ്വാഗതം ചെയ്തത്. ഞങ്ങളെ സ്വാഗതം ചെയ്തിട്ടില്ല. നിങ്ങളടക്കമുള്ള ആളുകൾ CD ടവറിൽ ഇരിക്കുന്ന കാലത്താ സ്വാഗതം ചെയ്തത്. അങ്ങനെ നിങ്ങളെ സ്വാഗതം ചെയ്ത എത്ര ടീമുണ്ട്? പേരോടിന്റെ കൂടെ നിൽക്കാനും കാന്തവൃത്തിന്റെ കൂടെ നിൽക്കാനും മുടിക്കച്ചവടം നടത്താനൊക്കെ പറ്റിയ ടീം ആരാ? നിങ്ങളല്ലാതെ വേറെ ആരെങ്കിലും ഉണ്ടോ? എന്നിട്ട് നമ്മളെ പേരിൽ ഖുറാഫാത്ത് ആരോപിക്കാൻ ശ്രമിക്കുകയാണ്. ഞാൻ സൂചിപ്പിച്ചല്ലോ, എന്നോട് ഇവിടെ ഈ ഭാഗത്തോട് ചോദിച്ചിരിക്കുന്ന ചോദ്യങ്ങൾക്ക് ഞങ്ങൾ മറുപടി പറഞ്ഞിട്ടുണ്ട്. മറുപടി പറയാതെ പോകുന്ന പ്രശ്നമല്ല. നിങ്ങളെപ്പോലെ അല്ല ഞങ്ങൾ എല്ലാത്തിനും കൂടി ഒറ്റ മറുപടി എന്ന് പറഞ്ഞ് അവസാനിപ്പിക്കില്ല. വിശുദ്ധ ഖുർആനിൽ വന്നിരിക്കുന്ന വിഷയങ്ങൾ ഞങ്ങൾ നിഷേധിച്ചിട്ടുണ്ടെന്ന ചോദ്യത്തിന് ഞാൻ ഉത്തരം പറഞ്ഞു ഇല്ല. പിന്നെ ഉണ്ടെന്ന് കണ്ടുപിടുത്തം എന്താ? വസ്സമാവാത്തു മത്വിയാത്തുൻ ഫീ യമീനിഹി എന്ന ആയത്തിന് ഞങ്ങൾ നിഷേധിച്ചു. ആ ആയത്തിന്റെ വിഷയത്തിൽ അള്ളാഹു കുട്ടി പന്തറിയുന്നത് പോലെ പിന്നെ ഭൂമിയെ എറിയും, ആകാശഭൂമിയെ എറിയും എന്ന് തംസീർ നടത്തിയിരിക്കുന്ന ആളാണ് ഈ ചോദ്യം ചോദിക്കുന്നത്. ഇതിന്റെ വിരോധാഭാസം എന്താ? ആ വിഷയത്തിൽ ശിർക്കെങ്കിൽ ശിർക്ക് ചെയ്യുന്ന ആളാണ് ഇതിവിടെ ചോദിക്കുന്നത്. ആ ചോദ്യം ചോദിക്കാനുള്ള ധാർമ്മികമായ അവകാശം പോലും അബ്ദുൽ മാലിക്കിനില്ല. അതാ വിഷയം. അദ്ദേഹം എഴുതി വെച്ചതല്ലേ? അദ്ദേഹം എഴുതി വെച്ചാണത്. കുട്ടി പന്തറിയുന്നത് പോലെ പന്തറിയും. ഇത് കയ്യിൽ ചുരുട്ടിപ്പിടിച്ചിട്ട് ഭൂമിയും ആകാശമൊക്കെ അള്ളാഹു കയ്യിൽ ചുരുട്ടിപ്പിടിച്ചിട്ട് കുട്ടി പന്തറിയുന്നത് പോലെ എറിയും എന്ന് തംസീർ നടത്തിയിരിക്കുന്ന വ്യക്തിയായി ചോദ്യം ചോദിക്കുന്നത് നമ്മൾ നിഷേധിച്ചിട്ടുണ്ടോ? മാത്രമല്ല, നുസൂലുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ എഴുതിയിരിക്കുന്ന ലേഖനം ഒന്ന് പൂർണ്ണമായി വായിച്ചു വെക്കുക. അതിലൊരക്ഷരം വായിച്ചാൽ പോരാ, ഒരു വാചകം വായിച്ചാൽ പോരാ, പൂർണ്ണമായി വായിച്ചാൽ എന്താണ് കൃത്യമായ നിലപാട് എന്ന് ബോധ്യപ്പെടും. ഇല്ലാത്ത ആരോപണങ്ങൾ 99 മുതൽ നിങ്ങൾ അന്ന് സ്ഥലത്തില്ലെങ്കിലും നിങ്ങളുടെ നേതാക്കന്മാർ തുടങ്ങി വെച്ചു. ഇപ്പോൾ നിങ്ങൾ തുടർന്നുകൊണ്ടിരിക്കുന്നു പുതിയ പുതിയ ആരോപണങ്ങളിലൂടെ. അതാണ് ഇവിടുത്തെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. പിന്നെ മെൻഫിസ്തമ പോലെയുള്ള വിഷയങ്ങളിൽ അമാനി മൗലവി വരെ എഴുതിയിരിക്കുന്ന വിഷയങ്ങൾ നമ്മൾ നേരത്തെ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടുണ്ടല്ലോ. നിങ്ങളുടെ പരാമർശങ്ങൾ വന്നിട്ടില്ല. അവിടെ വിശദാംശങ്ങളുണ്ട്, തഅ്വീലുകളുണ്ട്, അങ്ങനെയുള്ള പരാമർശങ്ങളുണ്ട്. എന്നിട്ട് അമാനി മൗലവി അതെല്ലാം മരണപ്പെട്ടു പോയി. ശേഷം തിരുത്താൻ നിർവാഹമില്ല. ആ ഗ്രന്ഥം പ്രസിദ്ധീകരിച്ചിരിക്കുന്ന KNM പോലും ഒരു തിരുത്തുന്ന കുറിപ്പ് അങ്ങനെയുള്ള വിഷയങ്ങളിൽ കൊടുത്തിട്ടില്ല. KNM ആണ് ഇപ്പോഴും അത് പ്രസിദ്ധീകരിച്ചുകൊണ്ടിരിക്കുന്നത്. തിരുത്തില്ല തന്നെ ആ വിഷയം അങ്ങനെ മുന്നോട്ട് പോകണം. സംസം വെള്ളത്തെക്കുറിച്ച് ഞാൻ തന്നെ തിരിച്ചു വരികയാണ്. കാരണം ഇപ്പൊ നിങ്ങൾക്ക് അത് കുടിച്ചു മതിയായി, സംസം വെള്ളം കുടിച്ചു മതിയായി. AP അബ്ദുൽ ഖാദർ മൗലവിക്കെതിരെ ആ വിഷയത്തിൽ വ്യതിയാനം ആരോപിച്ചില്ല. ആ പുസ്തകം പ്രസിദ്ധീകരിച്ചിരിക്കുന്ന KNM-നെതിരെ വ്യതിയാനം ആരോപിച്ചില്ല. ഉമർ മൗലവിയുടെ വിഷയത്തിൽ കുനൂത്തിന്റെ കാര്യത്തിൽ അദ്ദേഹത്തിനെതിരെ വ്യതിയാനം ആരോപിച്ചില്ല. സുഹൈർ ചുങ്കത്രക്കെതിരെയും ഹുസൈൻ സലഫിക്കെതിരെയും അക്ബറിനെതിരെയും വ്യതിയാനം ആരോപിച്ചില്ല. ഇതൊക്കെ എല്ലാം അവർ ന്യായീകരിക്കാത്തതുകൊണ്ടാണ് വ്യതിയാനം ആരോപിക്കാത്തതെന്ന് പറഞ്ഞാൽ കഴിയില്ല. കാരണം എന്താ? 99-ൽ നിങ്ങൾ വ്യതിയാനം ആരോപിക്കുമ്പോ അതിനു മുമ്പായി ന്യായീകരിച്ചിരിക്കുന്ന ഒരാളെപ്പോലും കാണിച്ചു തരാൻ കഴിയില്ല.
എന്നിരിക്കെ പുതിയ വിവാദങ്ങളിലേക്ക് വരുന്നത് ഇവിടുത്തെ വിഷയത്തിൽ ഒതുങ്ങി നിന്ന് ചോദ്യം ചോദിക്കുവാൻ പോലും കഴിയാത്തത് കൊണ്ടാണ്. അതാണ് സംഗതി. അവിടെയാണ് കാര്യങ്ങൾ നിൽക്കുന്നത്. ഇനി ഇപ്പൊ അടുത്ത് വന്ന ഖുർആനിൽ ഇല്ലാത്ത വല്ല കാര്യങ്ങളും ഖുർആനിനെ ഉള്ളതായി അല്ലെങ്കിൽ ഖുർആനിലേക്ക് ചേർത്തി വെച്ചുകൊണ്ട് നിങ്ങൾ പറഞ്ഞിട്ടുണ്ടോ? പറഞ്ഞിട്ടില്ല എന്ന് പറയാൻ പറ്റുമോ? ഞങ്ങൾക്ക് ആ പണിയുമില്ല. ഖുർആനിൽ ഇല്ലാത്തത് ഖുർആനിലേക്ക് ചേർക്കുന്ന പണിയില്ല, ഖുർആനിലുള്ളത് എടുത്തു കളയുന്ന പണിയുമില്ല. അതിലൊക്കെ ഗവേഷണം നടത്തിക്കൊണ്ടിരിക്കുന്ന ആളുകൾക്ക് അങ്ങനെയുള്ള രോഗങ്ങൾ പിടിപെട്ടിട്ടുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് വന്നിരിക്കുന്ന രോഗം നിങ്ങൾ സ്വയം ചികിത്സിക്കുക എന്നല്ലാതെ ഞങ്ങളുടെ തലയിലേക്ക് കെട്ടിവെച്ചിട്ട് കാര്യമില്ല. കള്ളക്കേസൊക്കെ ഇപ്പോഴോടെ കേട്ടോ, കോടതി പോയി ചോദിച്ചാൽ മതി ഇതിലോടത്താൻ. ആ കള്ളക്കേസ് ആദർശ വ്യതിയാനമാണ് അല്ലെങ്കിൽ ആദർശമാണ് എന്ന് പോലും പറയാൻ തങ്ങളുടെ ഇവിടെ ഫതുല്ലക്ക് ഉണ്ടല്ലോ, ഫതുല്ലക്ക് പറഞ്ഞാൽ ഞങ്ങൾ ഹക്കിന്റെ കൂടെ നിന്നാണ്. ആ ഹക്കിന്റെ അടിത്തറയാണെന്ത്? കോടതിയിൽ പോയി കള്ളക്കേസ് കൊടുത്തത്. നേതാവും കൊടുത്തു, അയ്യായും കൊടുത്തു, AP അബ്ദുൽ ഖാദർ മൗലവി കൊടുത്തു, TK അഷ്റഫും കൊടുത്തു. രണ്ടിനെ കുറിച്ചും പ്രതികരിക്കുവാൻ പോലും സാധിക്കാതെ, അതാ പറഞ്ഞത്, ഞങ്ങളുടെ ചോദ്യങ്ങൾക്ക് മറുപടിയുമില്ല. ഇങ്ങോട്ട് കൃത്യമായി ഒരു ചോദ്യം ചോദിക്കുവാൻ പോലും സാധിക്കുന്നുമില്ല. പിന്നെ ഇവരെ പുകഴ്ത്തി പറഞ്ഞിരിക്കുന്ന എത്ര ആളുകളുണ്ട്, ഏതെല്ലാം തരത്തിലുള്ള ആളുകൾ ഇവരെ പുകഴ്ത്തി സംസാരിച്ചിട്ടുണ്ട്. അല്ലെ ഒന്നാണ് സൂചിപ്പിച്ചത് അമ്പലക്കടവിന്റെ പരാമർശങ്ങൾ, അങ്ങോട്ട് മാടി വിളിച്ചുകൊണ്ട് ഐക്യത്തിന് വേണ്ടി ശ്രമിച്ചിരിക്കുന്ന പരാമർശങ്ങൾ അവർക്ക് പ്രതികരിക്കാൻ അന്നും കഴിഞ്ഞിട്ടില്ല, ഇന്നും കഴിഞ്ഞിട്ടില്ല. ഈ രൂപത്തിലാണ് കാര്യങ്ങൾ പോകുന്നത്. നിങ്ങൾ ചോദിച്ച ചോദ്യങ്ങൾക്ക് ഞാൻ മറുപടി പറഞ്ഞു. മറുപടി പറഞ്ഞു എന്ന് പറഞ്ഞാൽ പോരാ മൗലവി, മറുപടി ആവണം. എന്റെ ചോദ്യം എന്താ അവിടെ? അള്ളാഹുന്റെ ഖുർആനിൽ പറഞ്ഞ പറയാത്ത ഏതെങ്കിലും ഒരു കാര്യം അള്ളാഹുന്റെ ഖുർആന്റെ പേരിൽ നിങ്ങൾ കെട്ടിപ്പറഞ്ഞിട്ടുണ്ടോന്നാ നിങ്ങൾ പറഞ്ഞു. ഇല്ല. എന്നാ കേട്ടോ തെളിവ്? ഞങ്ങളിത് വെറുതെ ചോദിക്കണമെന്നല്ല, എന്നൊക്കെ തെളിവ് കേട്ടോ. എന്റെ സാധാരണക്കാർ മനസ്സിലാക്കണം. നിങ്ങൾക്ക് ഇവിടെ സംഗീതം വേണം, മ്യൂസിക്കും വേണം, സിനിമയും വേണം, തോന്നിവാസം വേണം. അതിനൊക്കെ നിങ്ങൾ വേറെ തെളിവുണ്ടാക്കിക്കോ. അള്ളാന്റെ ഖുർആൻ തെളിവുണ്ടാക്കണ്ട. എന്താ നിങ്ങൾ എഴുതി വിട്ടത് കേട്ടോ? വിശ്വാസവും പുണ്യകർമ്മങ്ങളും ഉള്ളവനാണെങ്കിൽ അവന് സംഗീതം അനുവദനീയമാണെന്ന് ഖുർആൻ പ്രസ്താവിക്കുകയും ചെയ്യുന്നു. ഓ മൗലവി സാഹിബേ, നിങ്ങൾക്ക് ധൈര്യമുണ്ടോ അങ്ങനെ ഒരു ആയത്ത് അള്ളാഹുന്റെ ഖുർആനിൽ കാണിക്കാൻ? ധൈര്യം ഉണ്ടോ നിങ്ങൾക്ക്? അള്ളാഹുന്റെ ഖുർആനിന്റെ പേരിൽ വമൻ അളലമു മിമ്മൻ ഇഫ്തറ അലല്ലാഹി കദിബൻ ഔ കദ്ദബ ബിആയാതിഹി എന്ന ആയത്താണ് നിങ്ങൾക്ക് വിറ്റാകുന്നത്. അള്ളാഹുന്റെ ഖുർആന്റെ പേരിൽ പച്ചക്കള്ളം എഴുതി വിട്ടിട്ടുണ്ട്. അത് അടുത്ത മറുപടിയിൽ ഈ മൗലവി ഈ ആയത്ത് നിങ്ങൾ ശരിക്കും ശ്രദ്ധിക്കണം. ആയത്ത് ഓതുന്നുണ്ടോ ശരിക്കും ശ്രദ്ധിക്കണം. ഇനി മാത്രമല്ല, ഇതൊന്നും വിഷയമായിട്ട് ബന്ധപ്പെട്ട് തന്നെയാണ്. അതാണ് ഞാൻ പറഞ്ഞതൊക്കെ മനഹജുമായി ബന്ധമുണ്ടത്. അതുകൊണ്ട് നമുക്ക് മനഹജുമെ തൊടാൻ പേടി. അതുകൊണ്ട് സംഗീതം ഹലാലാണെന്ന് ഖുർആനിൽ ആയത്തുണ്ട്. വിശ്വാസിക്ക് സംഗീതം ഹലാലെന്ന് ഖുർആനിൽ ആയത്തുണ്ട്. അടുത്ത വിഷയത്തിൽ നിങ്ങൾ ആയത്തോതണം. ഇനി മാത്രവുമില്ല, പിന്നെ ഞങ്ങളെ സ്വാഗതം ചെയ്തിട്ടുണ്ട് ഒരു അമ്പലക്കടവ് ഹമീദ് ഫൈസി. അമ്പലക്കടവ് ഞങ്ങൾ മറുപടി കൊടുത്തിട്ടുണ്ട്. നിങ്ങളെ സ്വാഗതം ചെയ്ത് ചേകനൂരികളാണ്. നിങ്ങൾ ചേകനൂരികളുടെ ആശയത്തിലേക്ക് നീങ്ങുകയും ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പൊ എന്റെ ചോദ്യത്തിന് ആവശ്യമായ തെളിവുകൾ ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഇനി എന്റെ അടുത്ത ചോദ്യം ശരിക്കും ശ്രദ്ധിക്കണം. ഓരോ ചോദ്യവും ഖുർആനും ഹദീസും മനസ്സിലാക്കുന്നതിൽ മനഹജിന്റെ വിഷയമുണ്ട് എന്നാണല്ലോ നമ്മുടെ ഈ വിഷയത്തിന് ഒന്നാമത്തെ തീരുമാനം. ആ വിഷയത്തിൽ നിന്നുകൊണ്ട് ഞാൻ ചോദിക്കട്ടെ, വിശ്വാസ കാര്യങ്ങൾക്ക് ഖബറുൽ ആഹാദ് സ്വീകരിക്കാൻ പാടില്ല എന്ന മുഅ്തസിലിയത്തിന്റെയും അശ്അരിയത്തിന്റെയും പിഴച്ചവാദത്തിൽ നിങ്ങൾ ഇപ്പോഴും ഉറച്ചു നിൽക്കുന്നുണ്ടോ? അത് ചോദ്യം തട്ടാൻ നിൽക്കണ്ട. ഖുർആനും സുന്നത്തും മനസ്സിലാക്കുന്നതിൽ മനഹജ് വേണമെന്നാണ് നിങ്ങൾ എഴുതി ഒപ്പിട്ടിരിക്കുന്നത്, നിങ്ങളുടെ നേതാക്കന്മാർ എഴുതി ഒപ്പിട്ടിട്ടുള്ളത്. അതുകൊണ്ട് എന്റെ ചോദ്യം പ്രസക്തമാണ്. ഖബറുൽ ആഹാദ് അഖീദക്ക് പറ്റില്ല എന്ന മുഅ്തസിലിയത്തിന്റെയും ഖവാരിജിന്റെയും മുഅ്തസിലത്തിന്റെയും അശ്അരിയത്തിന്റെയും വാദം നിങ്ങൾക്കുണ്ട്. ആ വാദത്തിൽ ഇപ്പോഴും നിങ്ങൾ ഉറച്ചു നിൽക്കുന്നുണ്ടോ? അത് നിങ്ങൾക്ക് ഈ തീരുമാനത്തിൽ നിന്ന് നിങ്ങൾക്ക് വ്യതിയാനം സംഭവിച്ചിട്ടുണ്ട് എന്നതാണ് ആ വിഷയം. ഖുർആനും ഹദീസും മനസ്സിലാക്കുന്നതിൽ മനഹജ് വേണമെന്നാണ് നമ്മുടെ തീരുമാനം. ആ തീരുമാനത്തിൽ നിങ്ങൾക്ക് വ്യതിയാനം സംഭവിച്ചിട്ടുണ്ട്. അതുകൊണ്ട് എന്റെ പിന്നെ വസ്സമാവാത്തും മത്തവിയാത്തും തൊട്ടിട്ടില്ല. ആ ആയത്ത് അത് ദുർവ്യാഖ്യാനമാണോ നിഷേധമാണോ എന്ന് പറഞ്ഞിട്ടില്ല. മാത്രവുമല്ല, ഇവിടെ നുസൂലിന്റെ വിഷയം തൊട്ടിട്ടില്ല. അത് മുഴുവൻ വായിച്ചാൽ മതി. ഞാൻ ചോദിക്കട്ടെ, മുഴുവൻ വായിച്ച ഈ പറഞ്ഞ ഇല്ലാതാവോ? മുഴുവൻ വായിച്ചാൽ അള്ളാഹുവിന് സമയമുണ്ടാവുകയില്ലെന്ന പോഴത്തം ഇല്ലാതെയാകുമോ? അള്ളാഹുവിന് സമയമുണ്ടോ മൗലവി? അള്ളാഹുവിന് സമയത്തിന് അതീതനല്ലേ? ആ വിവരം പോലും ഇല്ലാതെ, അള്ളാഹുവിനെ സംബന്ധിച്ച് അടിസ്ഥാന വിവരം പോലും ഇല്ലാതെയാണ് നിങ്ങൾ ലേഖനങ്ങൾ എഴുതിക്കൊണ്ടിരിക്കുന്നത്. നേരത്തെ നമ്മൾ ചോദ്യങ്ങൾ ചോദിക്കുമ്പോൾ
അതിന് മറുപടി പറഞ്ഞിട്ടില്ല എന്ന് നമ്മൾ ആവർത്തിച്ച് പറഞ്ഞപ്പോ അതിന് സമാനമായി പറയാൻ നോക്കിയതാ. വസ്സമാവ് മത്തുവിയാത്തുനി എന്ന വിഷയത്തിൽ തൊട്ടിട്ടില്ല. നല്ലോ വേദനായല്ലോ ഞാൻ തൊട്ടപ്പോ. ആ വിഷയത്തില് കുട്ടി പന്തറിയുന്നത് പോലെ എന്ന് എഴുതി വെച്ചിരിക്കുന്ന ആൾക്ക് ആ ചോദ്യം ചോദിക്കുവാൻ ധാർമ്മികമായ അവകാശമല്ല ഞാൻ പറഞ്ഞു. തൊട്ടിട്ടില്ല പോലും. അപ്പൊ നിങ്ങള് ഉത്തരം കേൾക്കുന്നില്ലേ? നേരത്തെ നിങ്ങൾ ഉത്തരം പറഞ്ഞില്ല, ഇപ്പോൾ ഉത്തരം പറയുന്നത് കേൾക്കാനും നിങ്ങൾ തയ്യാറല്ല. പിന്നെ നുസൂലുമായി ബന്ധപ്പെട്ട് വന്നിരിക്കുന്ന വിഷയത്തെ ഞാൻ മുഴുവൻ വായിക്കണമെന്ന് വെറുതെ പറഞ്ഞതല്ല. മൂപ്പര പ്രതികരണം തരോ, മുഴുവനും വായിച്ചാൽ ഞാൻ വായിച്ച ഇല്ലാതാവും. ഇല്ലാതാവും. ഖുർആനിലെ ഒരു സൂറത്തിൽ നിന്ന് ഒരു ആയത്ത്, ഒരു പ്രത്യേകമായിരിക്കുന്ന ഒരു ആയത്ത് മാത്രം കയ്യിലെടുത്ത് ഓതിയാക്കിയാൽ ഫവൈലുൽ ലിൽ മുസല്ലീൻ, നമസ്കരിക്കുന്നവർക്ക് നാശം എന്ന് മാത്രം പറഞ്ഞാൽ അബദ്ധമുണ്ട്. അത് പൂർത്തിയാണെങ്കിലോ അതിന്റെ അപ്പുറത്തുള്ള ആയത്ത് കൂടി ചേർക്കണം. ചില വിഷയങ്ങൾ അങ്ങനെയാ, മുഴുവനും വായിച്ചെങ്കിൽ തന്നെയാണ് അതിന്റെ വസ്തുതകൾ കൃത്യമായി മനസ്സിലാവുകയുള്ളൂ. എന്നപോലെ നുസൂലിന്റെ വിഷയത്തിൽ എഴുതപ്പെട്ടിരിക്കുന്ന ആ ഭാഗം പൂർണ്ണമായി വായിക്കണം. അതിന്റെ നേരെ ചുവട്ടിലുള്ള ഭാഗമെങ്കിലും വായിക്കാനുള്ള തന്റെ കാണിക്കണം, ധൈര്യം കാണിക്കണം. അത് കാണിക്കാതെ ഒരു വരിയെടുത്ത് പണ്ടുകൾ ചെയ്ത പണിയതാണ്. ഇവിടെ ഈ ജമിയത്തിന്റെ രേഖയിലുണ്ടല്ലോ സന്ദർഭത്തിന് അടർത്തിയെടുത്തത് പല കാര്യങ്ങൾ പറഞ്ഞ കൂട്ടത്തിൽ ഒന്ന് സന്ദർഭത്തിന് അടർത്തിയെടുത്തത്. അങ്ങനെ അടർത്തിയെടുത്താണ് 99 നിങ്ങളുടെ നേതാക്കന്മാർ ആരോപണം തുടങ്ങിയത്. ഇപ്പോൾ ആ നേതാക്കന്മാർ തള്ളിപ്പറയുന്നു എന്ന് പറയുന്ന നിങ്ങൾ പുതിയ രൂപത്തിൽ അതുപോലെ തന്നെ അടർത്തിയെടുത്ത് ആരോപണങ്ങൾ ഉന്നയിച്ചുകൊണ്ടിരിക്കുന്നു. ഇപ്പോഴും 2002 പിളർപ്പിന് കാരണമായിരിക്കുന്ന ഒരു വിഷയത്തിലും ഒരു ചോദ്യവും വന്നിട്ടില്ല. പിന്നെ പുതിയ ചോദ്യം എന്താ? മുഅ്തസിലിയാക്കളുടെ വാദം ഇപ്പോഴും നിലവിലുണ്ടോ? ഞങ്ങൾ അഹ്ലുസുന്നത്ത് വൽ ജമാഅത്തിന്റെ മാർഗത്തിൽ നിലകൊള്ളുന്നവരാ. അഹ്ലുസുന്നത്ത് വൽ ജമാഅത്തിന്റെ മാർഗത്തിലാണ് ഞങ്ങൾ നിലകൊള്ളുന്നത്. അതല്ലെന്ന് സമർത്ഥിക്കുവാൻ നിങ്ങൾക്ക് സാധ്യമല്ല. നിങ്ങൾക്ക് ഇഷ്ടമില്ലാത്ത ഏതെങ്കിലും വിഷയം കാണുമ്പോഴേക്ക് അവർക്കെതിരെ ചേകനൂരികളാണ്, മുഅ്തസിലികളാണ്, ഖവാരിജുകളാണ് എന്നിങ്ങനെ ആക്ഷേപിച്ച് 99 അത് ഇഖ്വാനിയാണ്, സുറൂരിയാണ് എന്നാണ് പറഞ്ഞിരുന്നെങ്കിൽ ഇപ്പോൾ നിങ്ങൾ മുഅ്തസിലിയാണ്, ചേകനൂരിയാണ് എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നു. ആ തുടർച്ച മാത്രമാണത്. അന്നത്തെ ആരോപണം ഇഖ്വാനിസത്തിന്റെയും സുറൂറിസത്തിന്റെയും പേര് പറഞ്ഞുകൊണ്ട് നിങ്ങൾ ഉന്നയിച്ചിരിക്കുന്ന അന്നത്തെ ആരോപണം അന്നോ ഇന്നോ തെളിയിക്കാൻ പറ്റിയിട്ടില്ല. എന്നപോലെ തന്നെ തെളിയിക്കാൻ കഴിയാത്ത കാര്യങ്ങൾ പുതുതായി ആവർത്തിച്ചു കൊണ്ടിരിക്കുന്നു. ഞാൻ പറഞ്ഞല്ലോ, മുഅ്തസിലിയത്തിലേക്കും ഖവാരിജിയത്തിലേക്കും ഒക്കെ വരാം. അതിന് നല്ല അവസരമുണ്ട്. അതിന് അടുത്ത ആഴ്ച സമയം വെച്ചത്. അത് മറക്കാതെ വേണം. ഇപ്പോൾ ഈ വിഷയങ്ങൾ 2002 ആദർശ വ്യതിയാന ആരോപണവുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ സംസാരിക്കാൻ ഈ ദിവസം മാത്രമേ അവസരമുള്ളൂ. 8-ാം തീയതി അതിന് അവസരമല്ല. അവിടെ അവിടുത്തെ കാര്യം സംസാരിക്കുക, ഇവിടുത്തെ കാര്യം സംസാരിക്കുക. അങ്ങനെയാണ് കാര്യങ്ങൾ പൂർത്തിയാക്കേണ്ടത്. ഇപ്പോഴും സംസം വെള്ളത്തിന്റെ വിഷയത്തിൽ AP അബ്ദുൽ ഖാദർ മൗലവിക്കെതിരെ ഒരു വ്യതിയാനം ആരോപിച്ച ഒരു തെളിവ് പോലും ഉന്നയിച്ചു കണ്ടില്ല. അതുപോലെ തന്നെ KLM-നെതിരെ ഒരു വ്യതിയാനം ആരോപിച്ചിരിക്കുന്ന ഒരു പ്രമാണം പോലും ഉന്നയിച്ചു കണ്ടില്ല. എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ ചോദ്യങ്ങൾക്ക് മറുപടി പറയാനുമില്ല, അവർക്ക് ചോദ്യങ്ങൾ ചോദിക്കുവാനുമില്ല എന്നിടത്ത് ഇപ്പോഴും അതുപോലെ തന്നെ നിലനിൽക്കുന്നു. മൗലവി ആയത്ത് നോക്കാൻ ഞാൻ ബുക്ക് തന്നു. ആയത്തെവിടെ? ആയത്ത് പറയൂ. എന്റെ ചോദ്യം എന്താ? അള്ളാഹുവിന്റെ ഖുർആനിന്റെ പേരിൽ നിങ്ങൾ ഇല്ലാത്ത ആയത്ത് കെട്ടിയുണ്ടാക്കിയിട്ടുണ്ട്. നിങ്ങൾക്ക് സിനിമ ഉണ്ടാക്കാൻ സിനിമ ഉണ്ടാക്കിക്കോ. അള്ളാഹിന്റെ ഖുർആന്റെ പേര് നുണ പറയണ്ടെന്ന് ഞാൻ പറഞ്ഞു. അവിടെ കൊടുത്തു. ആ മുഴുവൻ വായിച്ചോ, ഇരുന്ന് വായിച്ചോ. ഇതൊക്കെ വായിച്ചിട്ടല്ല സംവാദത്തിന് വരേണ്ടത്. അല്ല, സംവാദത്തിന് വന്നിട്ട് അതൊക്കെ വായിക്കേണ്ടത്. മനസ്സിലായില്ലേ? അതൊക്കെ വായിച്ച് പഠിച്ചിട്ടാ സംഭവത്തിന് വരണ്ടേ. മനസ്സിലായില്ലേ? എന്താ നേതാക്കന്മാർക്ക് തൊള്ളി തോന്നി എഴുതി വിടുക, എന്നിട്ട് ഇവിടെ കുടുങ്ങുമ്പോ അത് വാങ്ങിയിട്ട് അടുത്ത ചോദ്യത്തിലെങ്കിലും ആയത്ത് പറയണം. ഖുർആൻ ഞങ്ങളുടെ കയ്യിലുണ്ട്, ഞങ്ങൾ തരാം. അതും കൊണ്ടുവരാതെ ഇത് വന്നിട്ടെങ്കിൽ അതുകൊണ്ട് ആയത്ത് പറയണം. അള്ളാഹുവിന്റെ ഖുർആനിന്റെ പേരിൽ നിങ്ങൾ കളവ് പറഞ്ഞിട്ടുണ്ട്. ഞങ്ങൾ അതിനുള്ള തെളിവ് ഞങ്ങളുടെ കയ്യിൽ തന്നിട്ടുണ്ട്. നിങ്ങളുടെ കയ്യിൽ ഞങ്ങൾ തന്നിട്ടുണ്ട്. അതിനപ്പുറവും ഇപ്പുറവും വായിച്ചു നോക്കിക്കോ, മുഴുവൻ വായിച്ചോ. പിന്നെ എനിക്ക് ചോദ്യം ചോദിക്കാൻ അവസരം. ഞാൻ പറഞ്ഞു, ഞാൻ എഴുതിയത് അള്ളാഹുവിന്റെ പ്രവാചകന്റെ ഹദീസിലില്ല എന്ന് പറയാൻ നിങ്ങൾക്ക് ധൈര്യമുണ്ടോ? അന്ന് വസഫ ബികമാ നഫ്സഹു എന്ന് പറഞ്ഞതുപോലെ അതുപോലെ തന്നെ അള്ളാഹു റസൂലോ പഠിപ്പിച്ച കാര്യം അത് തശ്ബീഹല്ല, അത് തംസീലല്ല. അതെങ്കിലും ഇസ്ലാമിന്റെ തത്വം പഠിക്കണ്ടേ? അപ്പൊ ഞാൻ ചോദിച്ചു, ഇനി അതുപോലെ തന്നെ ഖബറുൽ തൊട്ടിട്ടില്ല. മുഅ്തസിലിയത്തിന്റെതും ഖവാരിജിനൊക്കെ അവിടെ ചർച്ച ചെയ്യാം. അതിനല്ലേ ഞങ്ങൾ എഴുതിയത്. നിങ്ങൾക്ക് വ്യതിയാനം സംഭവിച്ചിട്ടുണ്ട്. ഒന്നാമത്തെ തീരുമാനം വായിച്ചു നോക്കൂ ലത്തീഫ് മൗലവി.
എന്താ ഒന്നാമത്തെ തീരുമാനം? അള്ളാഹുവിന്റെ ഖുർആൻ മനസ്സിലാക്കുന്നതിൽ, റസൂലുള്ളാഹിന്റെ ഹദീസ് മനസ്സിലാക്കുന്നതിൽ നിങ്ങൾക്ക് അത് സലഫിന്റെ മാർഗം സ്വീകരിക്കണം. അതിൽ നിങ്ങൾക്ക് വ്യതിയാനം സംഭവിച്ചിട്ടുണ്ട്, അത് ഞങ്ങൾ ഇവിടെ തെളിയിച്ചു കൊണ്ടിരിക്കുകയാണ്. അതാണ് ഞങ്ങളുടെ ചോദ്യം. ഇനി എന്റെ അടുത്ത ചോദ്യം കേട്ടോ. സിഹിറുമായി ബന്ധപ്പെട്ട് സിഹിർ ബാധിക്കുമെന്നും ജിന്ന് മനുഷ്യനിൽ പ്രവേശിക്കുമെന്നും അതാണ് സലഫി വീക്ഷണമെന്നും അതിനെ നിഷേധിക്കുന്നത് അഖലാനിയത്താണെന്നും നിങ്ങൾ വിദേശ പണ്ഡിതന്മാർക്ക് നൽകിയ കത്തിലെ നിലപാടിൽ നിങ്ങൾ ഉറച്ചു നിൽക്കുന്നുണ്ടോ? ആരാണ് കത്തെഴുതിയത്? അവന്റെ അഡ്രസ്സും പേരൊക്കെ ഞാൻ വേണമെങ്കിൽ ചോദിച്ചോ, പറഞ്ഞുതരാം. എന്താ ഇവിടെ സിഹിർ നിഷേധിക്കുക? ഇങ്ങോട്ട് ഗൾഫിലെ പണ്ഡിതന്മാർക്ക് കത്ത് കൊടുക്കുക, ഞങ്ങൾ സിഹിർ നിഷേധിക്കുന്ന അഖലാനികളാണ്. ഇതാണ് കാപട്യം, ഇതാണ് വ്യതിയാനം. അതുകൊണ്ട് ഈ ഗൾഫിലെ സലഫി പണ്ഡിതന്മാർക്ക് നിങ്ങൾ കൊടുത്ത കത്തിൽ ഞങ്ങളെ ഈ ആദർശത്തിൽ നിന്ന് പുറത്താക്കാൻ വേണ്ടി നിങ്ങൾ ഞങ്ങൾക്കെതിരെ ഉന്നയിച്ചിട്ടുള്ളത് ഞങ്ങൾ സിഹിർ നിഷേധിക്കുന്നു, അതുകൊണ്ട് ഇവർക്ക് പൈസ കൊടുക്കരുത്, ഒരു സൽഫിയല്ല. ഞങ്ങൾ ജിന്നുബാധ നിഷേധിക്കുന്നു, അതുകൊണ്ട് ഇവർക്ക് പൈസ കൊടുക്കരുത്, ഞങ്ങൾ സൽഫികളല്ല. അതുകൊണ്ട് ഞങ്ങൾ ചോദിക്കുന്നു, സിഹിർ ബാധ നിഷേധിക്കുന്ന അഖലാനിയത്താണെന്ന് നിങ്ങൾ പറയുന്നു, ആ അഖലാനിയത്തിൽ നിങ്ങൾ ഉറച്ചു നിൽക്കുന്നുണ്ടോ? ഇതൊക്കെ വിഷയവുമായി ബന്ധപ്പെട്ട് അടുത്ത ആഴ്ച ഇൻഷാ അല്ലാഹ് ഇതിനേക്കാൾ കൂടുതൽ വരാണ്ട് നിങ്ങൾ ബേജാറാകണ്ട. ഞങ്ങൾ തുടങ്ങിയിട്ടുള്ള മൗലവി, ഇതൊക്കെ വിഷയവുമായി ബന്ധപ്പെട്ട തന്നെയാണ്. എന്തൊക്കെ ബേജാറ്? അടുത്ത ഞായറാഴ്ച വരുമ്പോൾ നിങ്ങൾ ബേജാറാകൊന്നും വേണ്ട. ഇൻഷാ അല്ലാഹ് അടുത്ത ശനിയാഴ്ച ഇൻഷാ അല്ലാഹ് ഇതിനെ തുറന്ന് കാണാം. പിന്നെ വസ്സമാവാത്തും മത്തീബിയാത്തും ഫീ യമീനിഹി, അങ്ങനത്തെ ആയത്ത് ഖുർആനിലില്ല. വസ്സമാവാത്തും മത്തീബിയാത്തും ബി യമീനിഹി എന്നാണ് ആയത്തുള്ളത്. അപ്പൊ ആയത്തെങ്കിലും നോക്കി പഠിച്ചു വരണം എന്നാണ് സൂചിപ്പിക്കാനുള്ളത്. ഞാൻ പല വിഷയങ്ങളിലും മുഴുവൻ വായിക്കണം എന്ന് വെറുതെ പറഞ്ഞതല്ല, നിങ്ങൾക്ക് ആവശ്യമുള്ളത് മാത്രമേ എടുക്കുള്ളൂ എന്നുള്ളതാണ്. അത് വെച്ച് ആളുകളെ തെറ്റിദ്ധരിപ്പിക്കാൻ നിങ്ങൾ വളരെ ഗംഭീരമായ സാമർത്ഥ്യമുള്ള ആൾക്കാരാണ്. നിങ്ങളുടെ കയ്യിൽ നിന്ന് വാങ്ങിയത് എന്തേ വായിക്കാത്തത്? നിങ്ങളത് കയ്യിൽ നേരത്തെ വാങ്ങി, ഇപ്പം നമ്മൾ വായിക്കുന്നു. നിങ്ങൾ വായിച്ച സംഗതി അതിന് പൂർണ്ണമായി വായിച്ചുതരാം. സംഗീതവും സംഗീതോപകരണങ്ങളും നിഷിദ്ധമാണെന്ന് പറയുന്നവർ വ്യക്തമായ തെളിവ് കൊണ്ടുവരണം. അനുവദനീയമാണെന്ന് വാദിക്കുന്നവർക്ക് നാം മുകളിൽ ഉദ്ധരിച്ച അടിസ്ഥാന തത്വത്തിന്റെ തെളിവ് തന്നെ ധാരാളം മതി. എന്നാൽ ഇവ പുണ്യകർമ്മമാണെന്നും മതത്തിലെ ഒരു ആചാരമാണെന്നും വല്ലവനും വാദിക്കുകയാണെങ്കിൽ അപ്പോൾ അവൻ പ്രത്യേകമായ തെളിവ് തന്നെ ഹാജരാക്കണം. കേവലം അനുവദനീയമാണെന്ന് പറയുന്നവന് തെളിവ് ആവശ്യമില്ല. വിശുദ്ധ ഖുർആനിൽ സംഗീതവും സംഗീതോപകരണങ്ങളും നിഷിദ്ധമാണെന്ന് പറയുന്നില്ല. വിശ്വാസവും പുണ്യകർമ്മങ്ങളും ഉള്ളവനാണെങ്കിൽ അവന് സംഗീതം അനുവദനീയമാണെന്ന് ഖുർആൻ പ്രസ്താവിക്കുകയും ചെയ്യുന്നു. ബാക്കി കൂടി കേട്ടോ. ദാവൂദ് നബി അലൈഹി സ്വലാമക്ക് അള്ളാഹു നൽകിയ വേദഗ്രന്ഥമായ സബൂർ സംഗീതമായിരുന്നു. നബിയുടെ സുഹാബിമാരും മദ്ഹബിന്റെ ഇമാമുകളും പാട്ടുപാടി അതിന് ധാരാളം ഹദീസുകളും ചരിത്ര സംഭവങ്ങളും കാണാം. യാതൊരു സംഗീതോപകരണങ്ങളും ഇസ്ലാം വിരോധിച്ചതായി സ്ഥിരപ്പെട്ടു വന്നിട്ടില്ല. സുഹാബിമാരുടെ വീട്ടിൽ അതിഥികൾ വന്നാൽ ഹാർമോണിയം കൊണ്ട് പാട്ടുപാടാറുണ്ട്. ഇമാം ബുഖാരി ഉദ്ധരിച്ചുകൊണ്ടാണ് ഓർത്തത്. അപ്പോ ഒരു വിഷയത്തിന്റെ പൂർണ്ണഭാഗം എടുക്കാതെ അതിലെ കഷ്ടം മാത്രം എടുത്ത് ഖുർആൻ സംഗീതം അനുവദിക്കുന്നു എന്ന ഒരു വാചകം മാത്രം എടുത്തു പറഞ്ഞുകൊണ്ട് ഖുർആൻ ഇല്ലാത്തത് പറയുന്നു എന്നാണ് കണ്ടുപിടുത്തം. അതാ ഞാൻ അവിടെ കൃത്യമായി പറഞ്ഞത്. ഞങ്ങൾക്ക് ഇങ്ങനെ ഖുർആൻ ഇല്ലാത്തതിൽ ചേർക്കുന്ന പരിപാടിയില്ല, ഉള്ളത് വെട്ടിക്കളയുന്ന പരിപാടിയുമില്ല. പിന്നെ ഇപ്പൊ വന്ന പുതിയ ചോദ്യം എന്താരോ, സിഹിർ ഫലിക്കുന്നതുമായി ബന്ധപ്പെട്ട് അറബിക്ക് കൊടുത്തിരിക്കുന്ന കത്തിനെ കുറിച്ച് എന്താ പറയാനുള്ളത്? അതിന് മുമ്പ് നിങ്ങൾ കൊടുത്ത കത്തൊന്ന് വായിച്ചു നോക്കിയാളി. ഹുസൈൻ മടവൂരിനും CP ഉമർ സുലമിക്കും അടക്കമുള്ള ഞങ്ങളുടെ നേതാക്കന്മാർക്ക് ജിന്ന് കൂടില്ല, സിഹിർ ഫലിക്കില്ല എന്നൊക്കെയാണ് വിശ്വാസം എന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങൾ അവിടെ അബ്ദുറഹ്മാൻ സലഫിയും ടീമും ഗൾഫ് അറബികൾക്ക് ഷെയ്ഖുമാർക്ക് കൊടുത്തിരിക്കുന്ന കത്തിന് ഞങ്ങളുടെ പണ്ഡിതന്മാർ മറുപടി കൊടുത്തിട്ടുണ്ട്. എന്താ മറുപടി? ഈ വിഷയം വെച്ചിട്ട് ഞങ്ങൾക്കെതിരെ വ്യതിയാനം ആരോപിക്കുകയാണെങ്കിൽ ഇതേ വിഷയത്തിൽ AP അബ്ദുൽ ഖാദർ അടക്കം അവരുടെ നേതാക്കന്മാരുടെ വിശ്വാസവും ഞങ്ങളുടെ വിശ്വാസവും ഒന്നാണ് എന്ന അർത്ഥത്തിൽ. കാരണം എന്താ? സിഹിർ ഫലിക്കില്ല എന്ന് അൽമനാറിലൂടെ എഴുതിയത് ഒന്ന് ഇവിടെ ഇരിക്കുന്ന ഫദലുൽ ഹക്കിന്റെ പിതാവ് അബ്ദുൽ ഹക്ക് സുല്ലമിയാണ്. മറ്റൊന്ന് ഫലിക്കില്ല എന്ന് എഴുതിയത്, അതിന് യാതൊരു ഫലവുമില്ല എന്ന് എഴുതിയത് മരിക്കുമ്പോളം അപ്പുറത്ത് തന്നെ ഉണ്ടായിരുന്ന മൂസ വാണിമേലി എന്ന മഹാപണ്ഡിതനാണ്. അത് എഴുതിയത് മുതൽ 10-30 കൊല്ലം കഴിഞ്ഞിട്ടും അൽമനാറോ ഇവരൊക്കെ കൂടെയുള്ള കാലത്ത് ഇവരോ
ഔദ്യോഗികമായി തിരുത്തുവാൻ ശ്രമിച്ചിട്ടില്ലെന്നിരിക്കെ സിഹിർ ഫലിക്കില്ല എന്ന വിശ്വാസം അപ്പുറത്തുള്ളവർക്കുമുണ്ട് എന്ന് ഞങ്ങൾക്കെതിരെ കൊടുത്തിരിക്കുന്ന കത്തിന്റെ മറുപടിയായി നൽകിയിട്ടുണ്ട് എന്നല്ലാതെ ഞങ്ങൾ അവർക്കെതിരെ ഒരു പുതിയ ആരോപണം ഉന്നയിച്ചു എന്ന് പറയാൻ നിങ്ങൾക്ക് സാധ്യമല്ല. അപ്പോ അതാണ് ഒരു ചോദ്യം. ആ ചോദ്യവും വെള്ളത്തിലായിരിക്കുന്നു. നിങ്ങൾ ഞാൻ ഒന്നുകൂടി വായിച്ചു തരാം. എന്താ കേട്ടോളി, നിങ്ങൾക്ക് മലയാളം വായിക്കാൻ അറിയില്ല. വിശ്വാസവും പുണ്യകർമ്മവും ഉള്ളവനാണെങ്കിൽ അവന് സംഗീതം അനുവദനീയമാണെന്ന് ഖുർആൻ പ്രസ്താവിക്കുകയും ചെയ്യുന്നു. ആ ആയത്തോതാണ് ഞാൻ പറഞ്ഞത്, ഇത് വായിക്കാനല്ല. ആ ആയത്തോത് ഇല്ലെങ്കിൽ തെറ്റാന്ന് പറ. തെല്ലി ചെക്കിബിറല്ലി ആയത്തോത് മൗലവി. അള്ളാഹുന്റെ ഖുർആൻ പറഞ്ഞതിനെ അള്ളാഹുന്റെ ഖുർആനിൽ പറയാത്ത കാര്യം അള്ളാഹുന്റെ ഖുർആൻ നിങ്ങൾ കെട്ടിപ്പറഞ്ഞിട്ടുണ്ട്. അതാണ് വ്യതിയാനം, അതാണ് വ്യതിയാനം, അത് തന്നെയാണ് വ്യതിയാനം. ഇത് വ്യതിയാനം മാത്രമല്ല, ഇത് പച്ച കുഫറാണ്. ഇനി എന്റെ അടുത്ത ചോദ്യം കേട്ടോ, ഇതിന്റെ ബാക്കി മുഴുവൻ വായിച്ചു. അതാണ് എന്റെ അടുത്ത ചോദ്യം. എന്താ? യാതൊരു സംഗീതോപകരണം ഇസ്ലാം വിരോധിച്ചതായി സ്ഥിരപ്പെട്ടു വന്നിട്ടില്ല. ചോദ്യം കേട്ടോ, സഹാബിമാരുടെ വീട്ടിൽ അതിഥികൾ വന്നാൽ ഹാർമോണിയം കൊണ്ട് പാട്ട് പാടാറുണ്ട് ബുഖാരി. ആ ബുഖാരി ഇങ്ങെടുക്കൂ. റസൂലുള്ളാഹി സൗണ്ട് ഉണ്ടാക്കണം, നമ്മൾ ആ സംസ്കാരമുള്ളവരല്ല. ആ ബുഖാരി ഇങ്ങെടുക്കൂ. ഇവിടെ ബുഖാരി കൊണ്ടുവന്നിട്ടുണ്ടല്ലോ, മോദി സലീം ഒന്ന് എടുത്തു കൊടുക്കി. ആ ബുഖാരി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സഹാബത്ത് വീട്ടിൽ അവരുടെ അതിഥികൾ വന്നാൽ ഹാർമോണിയം ഉപയോഗിച്ച് പാട്ട് പാടാറുണ്ട്. അള്ളാഹുന്റെ ഖുർആന്റെ പേരിൽ കളവ്, അള്ളാഹുന്റെ പ്രവാചകന്റെ സഹാബത്തിന്റെ പേരിൽ പച്ചക്കള്ളം, അതും ഇമാം ബുഖാരിയുടെ പേരിൽ കളവ്. എടുക്കൂ ബുഖാരി, ആയത്തെടുക്കൂ, അതുപോലെ ബുഖാരി എടുക്കൂ. നിങ്ങൾ എന്താ വിചാരിച്ചത് കേസും കൊണ്ട് പോകാമെന്നോ? അടുത്ത എന്റെ ചോദ്യം കേട്ടോ, ആയത്തെടുക്കൂ, ബുഖാരി എടുക്കൂ. അള്ളാഹുന്റെ ഖുർആന്റെ പേരിൽ കളവ്, അള്ളാഹുന്റെ പ്രവാചകന്റെ പേരിൽ റസൂലുള്ളാഹിന്റെ സഹാബത്തിന്റെ പേരിൽ കളവ്. നിങ്ങൾ വിടൂല. ഞങ്ങൾ നിങ്ങളുടെ പേര് മുജാഹിദ് മാറ്റി ഖുറാഫി എന്നാക്കാത്തടത്തോളം കാലം വിടില്ല ഞങ്ങൾ. നിങ്ങളെ ചേകനൂരിലേക്ക് സ്വാഗതം ചെയ്ത വെറുതല്ല, അള്ളാഹുന്റെ ഖുർആന്റെ പേരിൽ കളവ് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് അടുത്ത ചോദ്യം ബുഖാരി വായിച്ചു, നിങ്ങൾ വായിച്ചല്ലോ, ഇത് നിങ്ങൾക്ക് വേണ്ടി വരില്ല. അതുകൊണ്ട് ഹാർമോണിയം എവിടെ, പാട്ടെവിടെ? പിന്നെ തെളിവ് കൊടുത്ത പാട്ട് പാടി. ഓ മൗലവി, പാട്ട് പാടലും ഹാർമോണിയക്കലും ഒന്നാ. നിങ്ങൾക്ക് പാട്ടും തിരിഞ്ഞിട്ടില്ല, സംഗീതം തിരിഞ്ഞിട്ടില്ല, ഖുർആൻ തിരിഞ്ഞിട്ടില്ല, ഒന്നും തിരിഞ്ഞിട്ടില്ല. അതുകൊണ്ട് എന്റെ അടുത്ത ചോദ്യം, ഈ നിങ്ങൾ വായിച്ചതിന് തന്നെയാണ് അടുത്ത ചോദ്യം. അതുകൊണ്ട് ലത്തീഫ് മൗലവി ശരിക്കും ബുഖാരി നോക്കിക്കോളൂ. അടുത്ത ചോദ്യം ഇതാണ്. ഈ ചോദ്യം ഒന്നുകൂടി ആവർത്തിക്കാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സഹാബിമാരും അത് പിന്നെ യാതൊരു സംഗീതോപകരണം ഇസ്ലാം വിരോധിച്ചതായി സ്ഥിരപ്പെട്ടു വന്നിട്ടില്ല. സഹാബിമാരുടെ വീട്ടിൽ അതിഥികൾ വന്നാൽ ഹാർമോണിയം കൊണ്ട് പാട്ട് പാടാറുണ്ട്. ബുഖാരി കൊടുത്തിട്ടുണ്ട്. ഏതാണ് ബുഖാരി? ബുഖാരിലെ ഹദീസ് വായിക്കൂ. ഇത് മൻഹജാണ്. അള്ളാഹുവിന്റെ ഖുർആന്റെ പേരിലും നിങ്ങൾ കളവ് പറഞ്ഞു, സഹീഹുൽ ബുഖാരിയുടെ പേരിൽ നിങ്ങൾ കളവ് പറഞ്ഞു. ഇവിടെ വിഷയം മാറ്റിക്കൊണ്ടേയിരിക്കുകയാണ്. ഇവിടെ എഴുതി വച്ചിരിക്കുന്ന ഈ സ്റ്റേജിലെ ബാനറിൽ എഴുതി വച്ചിരിക്കുന്ന വിഷയം 2002 പിളർപ്പിന് കാരണമായിരിക്കുന്ന ആദർശ വ്യതിയാന ആരോപണങ്ങൾ എന്നാണ്. ഇതുവരെ ലഭിച്ചിരിക്കുന്ന ഒരു അവസരം ഉപയോഗപ്പെടുത്തി പോലും ആ വിഷയത്തിൽ ഒരു ചോദ്യം പോലും ഉന്നയിക്കുവാൻ മറുപക്ഷത്തിന് കഴിഞ്ഞിട്ടില്ല. ഒരു ചോദ്യം പോലും ഉന്നയിച്ചിട്ടില്ല. 2009 ഞങ്ങൾക്കെതിരെ ഉന്നയിച്ചിരിക്കുന്ന ആദർശ വ്യതിയാന ആരോപണങ്ങളെ കുറിച്ച് ഒരു ചോദ്യം പോലുമില്ല. പിന്നെ ചോദ്യം അവിടുന്ന് 2011 വിഷയങ്ങളിലെ ചോദ്യം, 10 കൊല്ലം കഴിഞ്ഞിട്ടുള്ള വിഷയങ്ങളിൽ, ആ വിഷയങ്ങളിലുള്ള ചോദ്യങ്ങൾക്കാണ് 8-ാം തീയതി വ്യവസ്ഥ വെച്ചിട്ടുള്ളത്. ഹദീസുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ തന്നെ ബുഖാരിയിലെ ഹദീസുകൾ കൊണ്ടുതരാം. പക്ഷേ കാത്തിരിക്കണം 8-ാം തീയതി വരെ. അവിടെയാണ് വ്യവസ്ഥ, ഇന്നല്ല. നിങ്ങൾക്ക് വിഷയം മറന്നുപോയോ? ഇന്ന് ചർച്ച ചെയ്യേണ്ട വിഷയം 2002 പിളർപ്പിന് കാരണമായിരിക്കുന്ന ആദർശ വ്യതിയാന ആരോപണങ്ങളാണ്. അത് ചർച്ച ചെയ്യാതെ, അതിനെക്കുറിച്ച് ചോദ്യങ്ങളില്ലാതെ, ചോദിച്ച ചോദ്യങ്ങൾക്ക് മറുപടിയില്ലാതെ ഉരുണ്ടുമറിഞ്ഞ് രക്ഷപ്പെടാൻ കഴിയില്ല. ആ വിഷയത്തിൽ ഞങ്ങൾ കൃത്യമായ മറുപടി നൽകും. പക്ഷേ അതിന്റെ സമയത്ത്, അതിന്റെ വ്യവസ്ഥ അനുസരിച്ച് അങ്ങനെ ഞങ്ങൾ മുന്നോട്ട് പോകാം. അവിടെ ബുഖാരി ഞങ്ങൾ ശ്രദ്ധയിൽപ്പെടുത്തും. അതുപോലെ ഞാൻ പറഞ്ഞല്ലോ, 2011 വിഷയമല്ല ഇപ്പൊ ചോദിക്കേണ്ടത്, 2002 വരെയുള്ള വിഷയങ്ങൾ ചോദിക്കുക. 99 മുതൽ 2002 വരെയുള്ള വിഷയങ്ങൾ, അതാണ് ഇവിടുത്തെ ഇന്നത്തെ സംവാദ വിഷയം. ആ വിഷയം എന്താണെന്ന് പോലും മറന്നുകൊണ്ടു പോകുന്നു. ഞാൻ വീണ്ടും ഓർമ്മിപ്പിക്കുന്നു, നിങ്ങള്
സംസം വെള്ളത്തിന്റെ വിഷയത്തിൽ എന്തുകൊണ്ടാണ് AP അബ്ദുൽ ഖാദർ മൗലവിക്കെതിരെ ആദർശ വ്യതിയാനം ഇതുവരെയും ആരോപിക്കാതിരുന്നത്, ഇപ്പോഴും ആരോപിക്കാത്തത്? ആ വിഷയത്തിന് നേരത്തെ ചോദിച്ചപ്പോഴും ഉത്തരമില്ല, ഇപ്പോൾ പറഞ്ഞപ്പോഴും ഉത്തരമില്ല. AP അബ്ദുൽ ഖാദർ മൗലവിക്കെതിരെ പിന്നെ സംസം വെള്ളത്തിന്റെ വിഷയത്തിൽ കൃത്യമായി ഇവർക്ക് ആദർശ വ്യതിയാനം ആരോപിക്കാമായിരുന്നിട്ടും ആദർശ വ്യതിയാനം ആരോപിക്കാത്ത, ഉമർ മൗലവിക്കെതിരെ ആദർശ വ്യതിയാനം ആരോപിക്കാമായിരുന്നിട്ടും ആദർശ വ്യതിയാനം ആരോപിക്കാത്ത, സുഹൈർ ചുങ്കത്രക്കെതിരെ, അക്ബറിനെതിരെ തുടങ്ങിയിരിക്കുന്ന പലർക്കുമെതിരെ ആദർശ വ്യതിയാനം ആരോപിക്കാൻ അവസരമുണ്ടായിട്ടും അങ്ങനെ ആരോപിക്കാത്ത ഈ ആളുകൾ കാണിച്ചുകൊണ്ടിരിക്കുന്നത് ശുദ്ധമായ കാപട്യമാണ്. വിഷയം ഒളിച്ചോടുവാനും മാറുവാനും ജനങ്ങളെ വഴിതെറ്റിക്കുവാനും മാത്രമാണ് ഇപ്പോൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് എന്ന് പറയാതിരിക്കുവാൻ മാർഗമില്ല. പിന്നെ ഞാൻ കൃത്യമായി നേരത്തെ ആവർത്തിച്ചു പറഞ്ഞതാണ്, കള്ളക്കേസ് ഖുർആനെതിരാങ്ങൾ ചെയ്തത് ലാ യശ്ഹദുന സൂറ എന്ന് ഇബാദുർ റഹ്മാനെ കുറിച്ച് വ്യാജത്തിന് അവർ സാക്ഷികളാവുകയില്ല, അത് അംഗീകരിക്കുകയില്ല എന്ന് ഖുർആൻ കൃത്യമായി പറഞ്ഞിരിക്കുന്ന, അതിനെതിരെ പ്രവർത്തിക്കുന്ന നിങ്ങളെക്കാൾ വലിയ ഖുർആൻ നിഷേധികൾ ഒരുപക്ഷെ കേരളക്കരയിൽ വേറെ ആരും കണ്ടിട്ടുണ്ടാവില്ല. അതുപോലെ തന്നെ അഹല്ലല്ലാഹുൽ ബൈഅ വഹറമ റിബ എന്ന് ഖുർആൻ വ്യക്തമായി പറഞ്ഞിട്ട് പലിശ കിട്ടുവാൻ വേണ്ടി ചെറുപ്പുളശ്ശേരി പള്ളിയുടെ വിഷയത്തിൽ കോടതിയിൽ കേസ് കൊടുത്തിരിക്കുന്ന ആളുകൾക്ക് എങ്ങനെയാണ് ഖുർആൻ അംഗീകരിക്കുന്നു പറയാൻ കഴിയുക? അപ്പോ ഖുർആൻ നിഷേധിക്കുന്നവർ നിങ്ങളാണ്, അതുപോലെ ആദർശ വ്യതിയാനം സംഭവിച്ചവരും നിങ്ങൾ തന്നെയാണ്. വ്യതിയാന ആരോപണങ്ങളിൽ നിന്ന് തൽക്കാലം ഒഴിഞ്ഞു മാറുവാൻ ശ്രമിക്കുന്നത്, എങ്ങനെയെങ്കിലും ഈ സമയാണ് തീർക്കാൻ വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് നിങ്ങളാണ്. അതുകൊണ്ട് ഞങ്ങൾ ആവശ്യപ്പെടുന്നത്, ചോദ്യം ചോദിക്കുവാൻ നിങ്ങൾക്ക് ലഭിച്ചിരിക്കുന്ന അവസരങ്ങൾ ഉപയോഗപ്പെടുത്തി 2002 പിളർപ്പിന് കാരണമായിരിക്കുന്ന ആദർശ വ്യതിയാന ആരോപണങ്ങളെ കുറിച്ചുള്ള കൃത്യമായ ചോദ്യങ്ങൾ വരണം. മറ്റുള്ള വിഷയങ്ങൾ അടുത്ത സംവാദത്തിൽ ഞങ്ങൾ കൃത്യമായി നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്തുകയും. മൂപ്പര് പറഞ്ഞു ഹദീസ് അടുത്ത സംവാദത്തിൽ കൊണ്ടുവരാൻ. ആയത്തെടുക്കി ഖുർആൻ ഞങ്ങൾ മധ്യസ്ഥന്മാരുടെ കയ്യിൽ കൊടുക്കുന്നു. അള്ളാഹുവിന്റെ ഖുർആന്റെ പേര് ഞങ്ങൾ കളവ് പറഞ്ഞു, വിടൂലങ്ങള്. അള്ളാഹുവിന്റെ ഖുർആന്റെ പേര് കളവ് പറഞ്ഞു. ആ ഖുർആന്റെ അത് തരാൻ ആയത്തുമുണ്ടല്ലോ, അവിടെ ലാപ്ടോപ്പ് ഉണ്ടല്ലോ, കൊടുത്തോളൂ. അത് ഹദീസ് തരണേ കുറച്ച് പണിണ്ടാവും. ഇൻഷാ അല്ലാഹ് അടുത്ത സംവാദത്തിൽ ഞങ്ങൾ ചോദിക്കും. മനസ്സിലല്ലേ? നിങ്ങൾ വിടൂല. ഞങ്ങള് അള്ളാഹുവിന്റെ വിശുദ്ധ ഖുർആന്റെ പേരിൽ കളവ് പറഞ്ഞിട്ടുണ്ട്. ആയത്തോത് മൗലവി നിങ്ങൾ എന്താ വിചാരിച്ചത്? പിന്നെ AP-ന്റെ വിഷയം ഇവിടെ പറഞ്ഞു. AP-യുടെ ലേഖനം ഞങ്ങൾക്ക് കാണണം. AP അത് ന്യായീകരിച്ചിട്ടുള്ള ലേഖനം നിങ്ങൾ മധ്യസ്ഥന്മാരുടെ കയ്യിൽ കൊടുക്കണം. AP ന്യായീകരിച്ചിട്ടുണ്ടെങ്കിൽ ആ ലേഖനം നിങ്ങൾ മധ്യസ്ഥന്മാരുടെ കയ്യിൽ കൊടുക്കണം. മാത്രമല്ല ഇപ്പോഴും പറഞ്ഞത് വാദത്തിൽ നിന്ന് ചോദ്യം ചോദിക്കണില്ല. എന്താ വാദം മുമ്പ് വായിച്ചിട്ടില്ല. ഞങ്ങളുടെ വാദം എന്താ മൗലവി? 2001 തീരുമാനപ്പെടുത്ത തീരുമാനത്തിൽ നിന്ന് നിങ്ങൾക്ക് വ്യതിയാനം പറ്റിയിട്ടുണ്ടെന്നാണ്. എന്താണ് ഒന്നാമത്തെ തീരുമാനം? ഖുർആനും സുന്നത്തും മനസ്സിലാക്കുന്നതിൽ മൻഹജ് സ്വീകരിക്കണമെന്നാണ്. ആ മൻഹജ് അത് ആദർശമല്ലേ? ഹദീസ് ആദർശമല്ലേ? നിങ്ങൾക്ക് ഹദീസും പോയാ? ഹദീസ് ആദർശമാണ്, ഞങ്ങൾക്കത് ആദർശമാണ്. ഇപ്പൊ മുപ്പർക്ക് 99 വിട്ട് 2001 നമുക്ക് ചാടി. അപ്പൊ 99 വിട്ടാ 99 വിട്ട് 2001 നമുക്ക് ചാടി. മാത്രമല്ല ചെറുപ്പുള്ളശ്ശേരി പള്ളിപ്പാര നടത്തുന്നത്, പരസ്പര ഇസ്തിംതാവിലൂടെ 2 കൂട്ടരെ നടത്തുന്നത്. മനസ്സിലായില്ലേ? അതാണ് പറഞ്ഞത്. നിങ്ങൾ ഒന്നാകെ 5 അംഗ സമിതി വെറുതെ ഉണ്ടാക്കിയതല്ല. രണ്ടും നിങ്ങൾ അങ്ങനെ തന്നെയാണ്. അതുകൊണ്ട് എന്റെ ചോദ്യങ്ങൾക്ക് കൃത്യമായി മറുപടി കിട്ടേണ്ടതുണ്ട്. മറുപടി കിട്ടിയിട്ടില്ല. അടുത്ത തവണ നിങ്ങൾ ആയത്തോതണം. നിങ്ങൾ വിടാൻ പാടില്ല. നിങ്ങൾ ഈ ശബ്ദം ശ്രവിക്കുന്ന ആളുകൾ ശ്രദ്ധിക്കണം. ഈ വെറുതെ തക്ബീർ ചെല്ലാൻ വേണ്ടി വന്നാൽ പോരാ. അതുകൊണ്ട് എന്റെ അടുത്ത ചോദ്യം ശരിക്കും ശ്രദ്ധിക്കണം. അള്ളാഹുവിന്റെ പ്രവാചകന്റെ ഹദീസിൽ സ്ഥിരപ്പെട്ടു വന്ന കാര്യമാണ് നരകത്തിന് മുകളിൽ സിറാത്തുണ്ട് എന്നുള്ളത്. അത് മൻഹജുമായി ബന്ധപ്പെട്ട വിഷയമാണ്. ചിലക്ക് സിറാത്തൊക്കെ പറയുമ്പോ പൊള്ളും, ഞങ്ങൾക്കറിയാം. മനസ്സിലായില്ലേ? അതൊക്കെ പൊള്ളുന്നതേ ഉള്ളിൽ ചേകനൂശലുണ്ട്. ആ സിറാത്ത് നിങ്ങൾ നിഷേധിച്ചിട്ടുണ്ട്. ആ നിഷേധിച്ചിട്ടില്ല എന്ന് പറയാൻ നിങ്ങൾക്ക് ധൈര്യമുണ്ടോ എന്നതാണ് ഞങ്ങളുടെ അടുത്ത ചോദ്യം. അതുകൊണ്ട് എന്റെ ആദ്യത്തെ മൂപ്പർ വസ്സമാമാത്ത് മത്തവിയാത്തും മുണ്ടിയിട്ടില്ല. അതേപോലെ തന്നെ ഞാൻ ഒരു നുസൂല് ഞാൻ മുഴുവൻ വായിച്ചാലും അള്ളാഹുവിന് സമയമുണ്ടാവുകയില്ല എന്ന് നിങ്ങളുടെ നിഷേധം അതുകൊണ്ട് സ്ഥിരപ്പെടുകയുള്ളൂ. അതുപോലെ തന്നെ ഖബർലാഹദ് ഞാൻ ചോദിച്ചു, കത്ത് നിങ്ങൾ തൊട്ടിട്ടില്ല, നിങ്ങളും കത്ത് കൊടുത്തില്ല. ഞങ്ങളെന്താ കത്ത് കൊടുത്ത്? നിങ്ങൾക്ക് ഈ വാദമുണ്ട് തന്നെ. ഈ വാദമുണ്ട് പറഞ്ഞാൽ ഞങ്ങൾ കത്ത് കൊടുത്ത് നിങ്ങൾക്ക് വാദമല്ലേ? ഈ വാദം മുഅ്തസിലിയത്തിന്റെ വാദമാണെന്നാണ് നിങ്ങൾ കൊടുത്തത്. അത് ഞങ്ങൾക്കുണ്ടെന്ന് ഞങ്ങൾക്കില്ല. അത് മാത്രവുമല്ല, അത് മുഅ്തസിലിയത്തിന്റെ വാദമാണെന്ന് നിങ്ങൾ അംഗീകരിക്കുന്നു. ആ വാദം ഇപ്പോൾ നിങ്ങൾക്കുണ്ട്. അതിൽ നിന്ന് നിങ്ങൾ വ്യതിചലിച്ചിട്ടുണ്ടോ? ഇപ്പോൾ നിങ്ങൾക്കുണ്ടോ? നിങ്ങൾക്കതുണ്ട്. നിങ്ങളുടെ മുഅ്തസിലിയത്തുണ്ട്, ഖവാരിജിയത്തുണ്ട്, ചേകനൂരിസവും നിങ്ങളുടെ കൂടിലുണ്ട്. അതുകൊണ്ട് ഞങ്ങൾ അടുത്ത ചോദ്യം, സിറാത്ത് പാലത്ത് നിങ്ങൾ നിഷേധിച്ചിട്ടുണ്ട്.
നമ്മുടെ പിന്നിലുള്ള ബാനർ അബ്ദുൽ മലിക് ഒന്നുകൂടി വായിക്കണം. 2002 ആദർശ വ്യതിയാന ആരോപണങ്ങൾ, അതാ വിഷയം. 2011 വിഷയം നമുക്ക് പിന്നെ ചർച്ച ചെയ്യേണ്ടതാണ്. 2002 ആദർശ വ്യതിയാന ആരോപണം ചർച്ച ചെയ്യണം. അതുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾ വരണം. അതുമായി ബന്ധപ്പെട്ട് ഒരു ചോദ്യം പോലും ഇതുവരെ വന്നിട്ടില്ല. ഈ ലഭിച്ചിരിക്കുന്ന അവസരങ്ങൾ മുഴുവനും കഴിയാനിരിക്കുമ്പോഴും 2002 ആദർശ വ്യതിയാന ആരോപണങ്ങളുമായി ബന്ധപ്പെട്ട ഒരു ചോദ്യം പോലുമില്ല. തറാവീന്റെ വിഷയത്തിലാണെങ്കിലും കുനൂത്തിന്റെ വിഷയത്തിലാണെങ്കിലും അതുപോലെ തന്നെ അക്ബറുമായി ബന്ധപ്പെട്ട വിഷയമാവട്ടെ, കുഞ്ഞീദ് ബദരിയുമായി ബന്ധപ്പെട്ട വിഷയമാവട്ടെ, തുടങ്ങി അപ്പുറത്തുള്ള പലരും പറഞ്ഞ ഇങ്ങോട്ട് ആരോപിച്ചിരിക്കുന്ന വിഷയങ്ങളാവട്ടെ, ഒരു വിഷയത്തിലും ഒരു ആരോപണവും ഇതുവരെ, ഒരു ചോദ്യം പോലും ഇതുവരെ വന്നിട്ടില്ല. ഒരു സാമ്പിൾ ഒരു ചോദ്യം വരണ്ടേ? ഒരു ഞങ്ങൾക്ക് പൂതിയാണ് നിങ്ങളെ ഒരു ഇതിന് വന്നപ്പോ ഈ ഒരു സംഗതിക്ക് ഒരുപാട് മല്ലികെട്ടിട്ടുള്ള നിങ്ങൾ സമ്മതിക്കാൻ. ഈ ആദർശ വ്യതിയാന ആരോപണം എന്നത് ഒന്നാമത്തെ വിഷയമായി, ഒന്നാമത്തെ സംവാദ വിഷയമായി അംഗീകരിക്കാൻ ഒരുപാട് ഇടങ്ങേറായിരുന്നല്ലോ. മനസ്സിലായില്ലേ? അങ്ങനെ ഇടങ്ങേറായി അംഗീകരിച്ച് കിട്ടിയപ്പോൾ ഞങ്ങൾക്ക് തോന്നിയിട്ടുണ്ട് ഇതിലെന്തോ ചില ഭയപ്പാടുകൾ ഇവരുടെ മുമ്പിലുണ്ട്. ആ ഭയപ്പാടുകൾ കൊണ്ട് തന്നെയാണ് ചോദ്യങ്ങളിൽ പോലും അങ്ങോട്ട് കടന്നു പോകാതിരിക്കുന്നത്. അതുകൊണ്ട് അതു സംബന്ധമായിരിക്കുന്ന ചോദ്യങ്ങളാണ് ഇവിടെ വേണ്ടത്. വിഷയത്തിൽ നിന്നുകൊണ്ട് തന്നെ ചോദ്യങ്ങൾ വേണം. പിന്നെ ചെർപ്പളശ്ശേരി പള്ളി, അതുമായി ബന്ധപ്പെട്ട് പലിശക്കണക്ക് ഖുർആന്റെ ആയത്തിന് എതിരാണ് എന്ന് പറഞ്ഞപ്പോ, ഖുർആൻ നിഷേധിക്കുക എന്ന് പറഞ്ഞപ്പോ മറുപടി എന്താരോ, ആ പള്ളി ഇപ്പം കണ്ടുകൊണ്ടില്ല നടത്തുന്നത്. അതിന് മറുപടിയാ? അതിന് മറുപടിയാ? AP അബ്ദുൽ ഖാദർ മൗലവിയും ടീമും പലിശ ചോദിച്ചുകൊണ്ട് കോടതിയിൽ കേസ് കൊടുത്തു. ചെർപ്പളശ്ശേരി പള്ളിയല്ല, പള്ളിയിലെ കോംപ്ലക്സിലെ വരുമാനത്തിന്റെ വിഷയത്തിലാണ് കൊടുത്തത്. കോംപ്ലക്സിലെ വരുമാനത്തിന്റെ വിഷയത്തിൽ അവർ പിന്നെ പരിശോധിച്ചുകൊണ്ട് കേസ് കൊടുത്തു. അത് ഖുർആനെതിരാണ്, അതാ പറഞ്ഞത്. എന്നാൽ ഇപ്പോൾ വഖഫോടും അടക്കമുള്ള ആളുകൾ മുമ്പിൽ നിന്നുകൊണ്ട് ഒരു മസ്ലഹത്തുണ്ടാക്കി പള്ളി ഒരുമിച്ച് കൊണ്ടുപോകാൻ ആവശ്യപ്പെട്ടപ്പോ ഞങ്ങൾ ഒരിക്കലും മസ്ലഹത്തിനെതിരല്ല, അതുകൊണ്ട് ഒരുമിച്ച് പ്രവർത്തിക്കുന്നു. അങ്ങനെയാ കാര്യങ്ങൾ പോകുന്നത്. പത്തപ്പിരിയം പള്ളിയില് AP അബ്ദുൽ ഖാദർ മൗലവി ടീമിന് എതിരെ നിങ്ങൾ പോലും സഹകരിക്കുന്ന ഞങ്ങളുടെ കൂടെയല്ലേ? ഇലക്ഷൻ അടക്കമുള്ള വിഷയങ്ങളിൽ ചിലയിടത്ത് അങ്ങനെ ഉണ്ടല്ലോ, അവർക്കെതിരെ നിങ്ങളും ഞങ്ങളും ഒരുമിച്ച് വരുന്നു. ചിലയിടങ്ങളിൽ ചിലയിടത്ത് നിങ്ങൾക്കെതിരെ അവരും ഞങ്ങൾ ഒരുമിച്ച് വരുന്നു. ചിലപ്പോൾ മറിച്ചുണ്ടാവും, നിങ്ങളും അവരും കൂടെ ഒരുമിച്ച് കൂടി ഞങ്ങൾക്കെതിരെ വരും. അതൊക്കെ അതാത് നാടിന്റെ അവസ്ഥക്കനുസരിച്ച്. പക്ഷെ അതൊന്നും കോടതിയിൽ പോയി പലിശ ചോദിച്ച് കേസ് കൊടുത്തതിന് തെളിവാകൂല, പ്രമാണമാകൂല, രക്ഷപ്പെടാൻ കഴിയില്ല. കള്ളക്കേസ് കൊടുക്കുക എന്നത് ഖുർആന്റെ ആയത്തിനെതിരെയാണ്. ആ ആയത്തുകൾ നിഷേധിക്കുന്നവർ നിങ്ങളാണ് ഞാൻ പറഞ്ഞത്. അപ്പൊ അതുകൊണ്ട് 2002 വിഷയങ്ങളിലേക്ക് തന്നെ തിരിച്ചു വരണം. പിന്നെ ഇവിടെ പാട്ടും ബെയ്ത്തൊക്കെ പറഞ്ഞല്ലോ, അതുപോലെ പിന്നെ സിനിമയും നാടകമൊക്കെ. ഇവിടെ സിനിമയും അതുപോലെ ചവിട്ട് നാടകവും പിന്നെ ചിത്രീകരണമൊക്കെ വേണമെന്ന് ആവശ്യപ്പെട്ട ആളാരാ? ഈ അടുത്ത ദിവസങ്ങളിൽ നിന്ന് ഇറങ്ങിപ്പോയി നിങ്ങൾ പറയുന്ന KK സക്കരിയ സുലാഹി. അതും അൽമനാറിലൂടെ. ഇനി ഒറ്റ സമാധാനമുണ്ട്. എന്നാ അബ്ദുൽ ഖാദർ മൗലവിക്കെതിരെ ഇപ്പോഴെങ്കിലും ഒരു വ്യതിയാനം ആ നിലക്ക് ആരോപിക്കുകയാണെങ്കിലോ നമുക്കത് ഒന്ന് കാണണമെന്നുണ്ട്, കേൾക്കണമെന്നുണ്ട്. അതുകൊണ്ട് അത് നിങ്ങളുടെ കയ്യിൽ തന്ന സ്ഥിതിക്ക് അത് വാങ്ങിയിട്ട്, അത് വായിച്ചിട്ട്, അതുകൂടി വെച്ചിട്ട് AP അബ്ദുൽ ഖാദർ മൗലവിക്ക് എതിരെ വ്യതിയാനം ആരോപിക്കാതിരുന്നത് എന്തുകൊണ്ടാണ് എന്ന് കൃത്യമായി പറഞ്ഞാൽ നേരത്തെ പറഞ്ഞിരിക്കുന്ന വിഷയത്തോട് ഒരു ചെറിയ നീതി പുലർത്താൻ നിങ്ങൾ ശ്രമിച്ചു എന്ന് നമുക്ക് പറയാൻ പറ്റും. ഞാൻ വീണ്ടും ആവർത്തിക്കുന്നു, ഞങ്ങളുടെ ചോദ്യങ്ങൾക്ക് മറുപടി വരാത്ത നിങ്ങൾ വിഷയാധിഷ്ഠിതമായി ഞങ്ങളോട് ചോദ്യം ചോദിക്കുന്നതിൽ പോലും പരാജയപ്പെട്ടുകൊണ്ടിരിക്കുന്നു എന്നതാണ് ഇപ്പോഴും കണ്ടുകൊണ്ടിരിക്കുന്നത്. ആയത്തെവിടെ മൗലവി? ആയത്തോതു ഞാൻ ഖുർആൻ പടത്തുന്നു, മധ്യസ്ഥന്മാർക്ക് എടുത്തു കൊടുത്തില്ലേ? അള്ളാഹുന്റെ ഖുർആനിൽ പറഞ്ഞ കളവ്, അള്ളാഹുന്റെ ഖുർആൻ ഈ സംവാദം തീരുന്നതിന് മുമ്പ് ഇൻഷാ അള്ളാഹ് ആയത്ത് നിങ്ങളെ കൊണ്ട് ഓദിപ്പിക്കും. ഞങ്ങൾ ഇൻഷാ അള്ളാഹ് ഞങ്ങൾ ചെറിയ അടുത്ത ആഴ്ച കൊണ്ടുവന്നാൽ മതി. ഹാർമോണി ഞങ്ങൾക്ക് അടുത്ത ആഴ്ചക്ക് വിട്ടുന്നു. എന്നാൽ ഈ ആയത്ത് അള്ളാഹുന്റെ ഖുർആന്റെ പേരിൽ നിങ്ങൾ പറഞ്ഞ കളവ് ഇല്ലെങ്കിൽ നിങ്ങളത് ഇല്ല, അത് തെറ്റാണെന്ന് പറയൂ. അങ്ങനെ ഒരു ആയത്ത് ഖുർആനില്ല എന്ന് പറയൂ. എന്താ ഒരു തെറ്റ് കണ്ടാൽ അത് തെറ്റാണെന്ന് ചൂണ്ടിക്കാണിച്ച്, അതും ഏറെ ഗുരുതരമായ തെറ്റ് അള്ളാഹുന്റെ ഖുർആന്റെ പേരിൽ നിങ്ങൾ എഴുതി വിട്ടിട്ട് അത് തെറ്റാണെന്ന് കാണിച്ചു തന്നിട്ടും നിങ്ങളത് തിരുത്തുന്നില്ല, ആയത്തോതുന്നില്ല എന്ന് കൂടി നമ്മൾ മനസ്സിലാക്കണം. ഞാൻ സിറാത്ത് ചോദിച്ചു, സിറാത്ത് മിണ്ടിയിട്ടില്ല. നുസൂല് പറഞ്ഞു, നുസൂല് മിണ്ടിയിട്ടില്ല. അതുപോലെ തന്നെ വസ്സമാവാത്തും മത്വിയാത്തും ബിയമീനിഹി എന്ന ആയത്ത്
അത് ആയത്ത് നിഷേധമാണ്. ഒന്നല്ല, വേറെയും നിങ്ങൾ നിഷേധിച്ചിട്ടുണ്ട്. മാത്രവുമല്ല, മൂപ്പര് വിചാരിച്ചത് മൂപ്പര് പഠിച്ചു വെച്ച കുറെ മറുപടി ഉണ്ട്, ആ മറുപടിക്ക് അനുസരിച്ച് നമ്മൾ ചോദ്യം ചോദിക്കും, പിന്നെ കുറെ കേസും കൂട്ടും, കുറെ എ.വി. അബ്ദുറഹ്മാനാജിയൊക്കെ കിട്ടിട്ട് ഇങ്ങനെ കലക്കി പോകാന്ന. അതൊന്നും നടക്കൂല മൗലവി. അതുകൊണ്ട് എന്റെ ചോദ്യങ്ങൾക്ക് ആയത്ത് നിങ്ങൾ ഓതിയിട്ടില്ല. അതുകൊണ്ട് എന്റെ അടുത്ത ചോദ്യം ശരിക്കും മനസ്സിലാക്കണം. മൻഹജിൽ തന്നെയാണ് ഞങ്ങൾ ചോദിക്കുന്നത്. ഒന്നാമത്തെ തീരുമാനം എന്താ? ഖുർആനും സുന്നത്തും മനസ്സിലാക്കുന്നതിൽ മൻഹജ് വേണം. ആ മൻഹജിൽപ്പെട്ടതാണ് ഖുർആനിൽ സൂചിപ്പിച്ചിട്ടുള്ള, ഹദീസിൽ വ്യക്തമായി പറഞ്ഞിട്ടുള്ള കാര്യമാണ് ഖബറിൽ ശിക്ഷയുണ്ടാകുമെന്നുള്ളത്. ആ ഖബർ ശിക്ഷ വിശുദ്ധ ഖുർആനിന്റെ ആശയങ്ങൾക്കെതിരാകുന്ന തരത്തിൽ നിങ്ങൾ എഴുതിയിട്ടുണ്ട്. അതുപോലെ തന്നെ ഹദീസുകൾ ഖുർആനിന്റെ അടിസ്ഥാനത്തിൽ വിമർശിക്കപ്പെടാൻ സാധ്യതയുണ്ടെന്ന് നിങ്ങൾ എഴുതിയിട്ടുണ്ട്. ഏത് ആയത്താണ് ഖബർ ശിക്ഷയുടെ ഹദീസുകൾ നിരാകരിക്കുന്നത്? എന്റെ അടുത്ത ചോദ്യമാണ്. എന്റെ അടുത്ത ചോദ്യം ഇതാണ്: ഏത് ആയത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഖബർ ശിക്ഷയുടെ ഹദീസ് എതിരാകുന്നത്? ആ ആയത്ത് നിങ്ങൾ ഓതണം. നിങ്ങൾ എഴുതി വിട്ടതാണിത്. അതുകൊണ്ട് എന്റെ ചോദ്യത്തിന് കുതറി മാറരുത്. എന്റെ ചോദ്യം മൻഹജിൽ തന്നെയാണ്, യാതൊരു സംശയമില്ല. പിന്നെ വിചാരിച്ച് മൂപ്പര് പറഞ്ഞു ആകെ ഇടങ്ങാറാകും വ്യവസ്ഥ ചെയ്തിപ്പോ. ഇത്ര ഇടങ്ങാറാകുമെന്ന് ഞങ്ങളും വിചാരിച്ചിട്ടില്ല. ഇത്ര വലിയൊരു കുരുക്കല് ലത്തീഫ് മൗലവിക്ക് വലിയ സംവാദമൊക്കെ ഞങ്ങൾക്കത് ആദ്യമായിട്ടാണ് സംവാദം നടത്തുന്നത്. അപ്പൊ ഇത്ര വലിയൊരു കുരുക്കല് ലത്തീഫ് മൗലവി നിങ്ങളൊക്കെ കൊടുങ്ങുന്ന് ഞങ്ങൾ ഒരിക്കലും വിചാരിച്ചിട്ടില്ല. നിങ്ങൾ അള്ളാഹുവിന്റെ സഹായമില്ല. നിങ്ങൾ ഈ ആദർശം അള്ളാഹുവിന്റെ തൗഹീദിന്റെ വിഷയത്തിലും അത് തിരിച്ചറിയാൻ പറ്റുമോ? നിങ്ങൾ ആവശ്യം കഴിഞ്ഞോ? ആവശ്യമില്ല. ആവശ്യമില്ല. സംസം വെള്ളവുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ എ.പി. അബ്ദുൽ ഖാദർ മൗലവി ന്യായീകരിച്ച ആ ഭാഗം ഞങ്ങളോട് ആവശ്യപ്പെട്ടിരുന്നു, കൊടുത്തിരുന്നു. അവർ വായിച്ചു നോക്കിയിട്ടുണ്ട്, പക്ഷെ പ്രതികരിച്ചിട്ടില്ല. നമ്മൾ പ്രതീക്ഷിക്കുക, പ്രാർത്ഥിക്കുക ഒരു പ്രതികരണമെങ്കിലും ആ വിഷയത്തിൽ വരുന്നുള്ളേ. അതുകൊണ്ട് ഞാൻ വീണ്ടും ചോദിച്ചു, നിങ്ങൾക്ക് ആവശ്യമുണ്ടോ എന്ന് ചോദിച്ചുകൊണ്ടാണ് വാങ്ങിയത്. അപ്പൊ ഇതുവരെ പ്രതികരിച്ചിട്ടില്ല. ഏതായാലും ഈ സദസ്സ് പിരിയുന്നതിന് മുമ്പ് ഒന്ന് പ്രതികരിച്ച് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മളൊക്കെ മനസ്സിലെങ്കിലും പ്രാർത്ഥിക്കാം. ഇവര് വിഷയത്തിലേക്ക് ഒന്ന് വന്നു കിട്ടണമല്ലോ, ഒരു വിഷയത്തിലേക്കെങ്കിലും, ഒരൊറ്റ വിഷയത്തിലേക്കെങ്കിലും ഒന്ന് വന്നു കിട്ടണമല്ലോ. ഞാൻ പറഞ്ഞെന്താ അറിയോ, ഖുർആനും ഹദീസും നിഷേധവുമായി ബന്ധപ്പെട്ട വിഷയങ്ങളുണ്ടല്ലോ, അത് ചർച്ച ചെയ്യാൻ ഒരു വ്യവസ്ഥ വെച്ചിട്ടുണ്ട്. ആ വ്യവസ്ഥയിലേക്ക് നിങ്ങൾ വരുന്നില്ല. എന്നാൽ ഇന്നത്തെ ചർച്ചാ വിഷയം 2011 വിഷയമല്ല, 2012 വിഷയമല്ല, 2013 14 വിഷയമല്ല, 99 മുതൽ 2002 വരെയുള്ള വിഷയങ്ങളാ. ആ 2002 വരെയുള്ള വിഷയങ്ങളിൽ നിങ്ങൾ എന്തു മറുപടിയാ പറഞ്ഞത്? എന്ത് ചോദ്യമാണ് ചോദിച്ചത്? ഒരു ചോദ്യം പോലും കൃത്യമായി ചോദിക്കാൻ ഇതുവരെ നിങ്ങൾ ശ്രമിച്ചില്ല. ഞങ്ങൾ ചോദിച്ച ചോദ്യങ്ങൾക്കോ മറുപടി പറഞ്ഞതുമില്ല. പിന്നെ ഞാൻ വീണ്ടും, നിങ്ങള് ഖുർആനുമായി ബന്ധപ്പെട്ട് ഞങ്ങൾ നിഷേധിച്ചു എന്ന് പറയുന്നത് കൊണ്ട് ഒരു പ്രതികരണം എന്ന നിലക്ക പലിശന്റെ വിഷയം ഞാൻ എടുത്തു വെച്ചത്. പക്ഷെ ഇപ്പൊ പ്രതികരണമേ ഇല്ല. നേരത്തെ ഒന്ന് പറഞ്ഞു നോക്കി, ചെർപ്പുളശ്ശേരി പള്ളി ഇപ്പൊ നിങ്ങൾ ഒരുമിച്ചല്ല നടത്തുന്നത്, അതുകൊണ്ട് കേസിന് രേഖാവൂല. അഹല്ലല്ലാഹുൽ ബൈഅ വഹറമ റിബ എന്ന ആയത്ത് നിലനിൽക്കെ ആയത്തിന് വിരുദ്ധമായി കേസ് കൊടുത്തിരിക്കുന്ന കള്ളക്കേസ് വേറുണ്ട്, ഇതിനു വേണ്ടിയുള്ള കേസ് വേറുണ്ട്. ആ രണ്ട് കേസുകളും, ഒന്ന് കള്ളക്കേസ്, എന്നാ കോടതി പിന്നെ ആക്രമിച്ചു വന്ന കേസ്, രണ്ട് പലിശ ചോദിച്ചുകൊണ്ടുള്ള കേസ്. ഈ രണ്ട് കേസുകളും ഖുർആനെതിരാണ്. അങ്ങനെ ഖുർആനെതിരായത് തന്നെ പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ആ നിലക്ക് നിൽക്കുന്ന ആളുകളാ നമ്മൾ ഖുർആൻ നിഷേധികളാണ് എന്ന് വരുത്താൻ ശ്രമിക്കുന്നത്. 2002 ആ കാലഘട്ടത്തിലും ഞങ്ങൾ ആവർത്തിച്ചു പറയുന്ന നിങ്ങളുടെ ആയത്ത് നിഷേധങ്ങൾ ഒന്നാണെന്ത്? നിങ്ങളുടെ നേതാവ് കെ.വി. അബ്ദുൽ ലത്തീഫ് മൗലവി എഴുതിയിരിക്കുന്ന കൊളസ്ട്രോൾ എന്നാണ്, കൊളസ്ട്രോൾ രോഗികൾ അറിഞ്ഞിരിക്കേണ്ട വിവരങ്ങൾ, അദ്ദേഹത്തിന്റെ സെലഫി ലേണിംഗ് ആൻഡ് റിസർച്ച് സെന്റർ എന്ന പിന്നെ ഘടകം, ആ ടീമിന്റെ ആണ് ഈ സാധനം. അന്നേ ഞങ്ങൾ ചൂണ്ടിക്കാണിക്കുന്നുണ്ട് ഖുർആന്റെ ആയത്തിനെ നിഷേധിച്ചുകൊണ്ടാണ് ഈ സാധനം വന്നിട്ടുള്ളത്. എന്താ ഇതില്? ഒഴിവാക്കേണ്ട ആഹാരം, കൊഴുപ്പ് കൂടുതലുള്ള പന്നിയിറച്ചി, കാളയിറച്ചി, ആട്ടിറച്ചി. സ്വീകരിക്കാവുന്ന ആഹാരം കൊഴുപ്പില്ലാത്ത കാളയിറച്ചി, നമുക്ക് മനസ്സിലാവും. പക്ഷേ അടുത്ത വാചകം പന്നിയിറച്ചി, ആട്ടിറച്ചി. സ്വീകരിക്കാവുന്ന ആഹാരം എന്തൊക്കെയാണ്?
കൊടുപ്പില്ലാത്ത കാളയിറച്ചി, പന്നിയിറച്ചി, ആട്ടിറച്ചി. പന്നിയിറച്ചിക്ക് കൊടുപ്പില്ലെങ്കിൽ ആഹരിക്കാമെന്ന് ഖുർആനിന്റെ ഏത് ആയത്ത് കൊണ്ടാണ് ഈ ലേണീസ് റിസർച്ച് സെന്റർ നടത്തിക്കൊണ്ടിരിക്കുന്ന ഉസ്താദിന് വിവരം കിട്ടിയ മകാരില്ല. ആ ഉസ്താദ് നിങ്ങളുടെ അജയ്യനായ അനിഷേധ്യനായ നേതാവാണ്. ഇപ്പൊ തെറ്റിന്ന് കൊണ്ട് കാര്യമില്ല. തെറ്റുന്നത് വരെ അതിന് മുമ്പേ എഴുതിയിരിക്കുന്നതാണ്. ഇപ്പൊ എഴുതിയതല്ല. നിങ്ങളുടെ കൂടെ നിന്ന്, നിങ്ങൾ അങ്ങോട്ടും കൂടെ നിന്ന് പരസ്പരം സഹകരിച്ച് മുന്നോട്ട് പോകുന്ന കാലത്ത് അദ്ദേഹം ഇറക്കിയിരിക്കുന്ന കിതാബാണിത്. ആ കിതാബ് അദ്ദേഹത്തിന്റെ ടീമാണ് സെലഫി ലേണിംഗ് ആൻഡ് റിസർച്ച് സെന്റർ എന്ന് പറഞ്ഞ ടീം. ആ ടീം ഇറക്കിയിരിക്കുന്ന ആ വിഷയത്തിൽ ഒരു വിശദീകരണമോ ഒരു തിരുത്തോ പോലും വന്നിട്ടില്ല ഖുർആനെതിരായിട്ട്. അപ്പൊ ഖുർആൻ നിഷേധിക്കുന്ന 3 സംഭവങ്ങൾ ഞാൻ എടുത്തു പറഞ്ഞു. ഒന്ന് കള്ളക്കേസ്, ഒന്ന് പലിശ, മറ്റൊന്ന് പന്നി മാംസം. ഇനി ഹാജരായിരിക്കുന്ന ജിന്നിനോട് സഹായം തേടിയാൽ ശിർക്കല്ല എന്ന് പുതിയ കാലത്ത് വാദിച്ചുകൊണ്ടിരിക്കുന്ന നിങ്ങൾ വിശുദ്ധ ഖുർആനിലെ എത്ര ആയത്തുകളെ നിരാകരിച്ചുകൊണ്ടാണ്, നിഷേധിച്ചുകൊണ്ടാണ് ആ വിഷയത്തിലൂടെ കടന്നു പോകുന്നത്? ഖുർആനിലെ എത്ര ആയത്തുകൾ നിങ്ങൾ ആ വിഷയത്തിൽ തള്ളിക്കളഞ്ഞിട്ടുണ്ട്? തള്ളിക്കളയാതെ കഴിയില്ല. എന്തുകൊണ്ട്? വഹയ് കൊണ്ട് മാത്രം അറിയാൻ സാധിക്കുന്ന ഒരു അദൃശ്യമായിരിക്കുന്ന ഒരു ശക്തിയെ, അബോധികമായിരിക്കുന്ന ഒരു ശക്തിയെ അത് ഹാജറായാൽ സഹായം തേടിയാൽ അത് അബദ്ധമില്ല, അത് ശിർക്കല്ല എന്ന് പറയണമെങ്കിൽ ഖുർആനെ നിരാകരിക്കാതെ കഴിയില്ല. ഒരുപാട് ഉദാഹരണങ്ങൾ ഞങ്ങൾക്ക് വെക്കാനുണ്ട്. പക്ഷെ ഞങ്ങളത് 8-ാം തീയതിയിലേക്ക് വെച്ചതാണ്. നിങ്ങൾക്ക് ഇപ്പോഴേ തരാൻ ഉദ്ദേശിച്ചിട്ടില്ല. പക്ഷെ നിങ്ങൾ എന്ത് ചെയ്യുന്നു? ഇപ്പോൾ പറയേണ്ട കാര്യങ്ങൾ പറയാതിരിക്കുകയും 8-ാം തീയതിയിൽ പറയേണ്ട ചില കാര്യങ്ങൾ തൽക്കാലം പറഞ്ഞുകൊണ്ട് രക്ഷപ്പെടാൻ ശ്രമിക്കുകയും ചെയ്യുന്നു. അതുകൊണ്ട് വീണ്ടും വീണ്ടും ആവർത്തിക്കുന്നു, ചോദ്യം വിഷയത്തിന് വരണം. ലത്തീഫ് മൗലവിക്ക് ഇറച്ചിയൊക്കെ നല്ലോണം തിന്ന ഇൻഷാ അല്ലാഹ്. ഇത് കഴിയട്ടെ. സംവാദം കഴിഞ്ഞിട്ട് ഇറച്ചിയോ കൊളസ്ട്രോളോ പ്രഷറോ ഒക്കെ നമുക്ക് ചെക്ക് ചെയ്യാം ഇൻഷാ അല്ലാഹ്. എന്റെ ചോദ്യം 2 ആയത്തെടുക്കും മൗലവി. ഞാനിവിടെ ചോദിച്ചല്ലോ 2 ആയത്ത്. ഒന്ന് സംഗീതത്തിന്റെ വിഷയത്തിലുള്ള ആയത്ത്, ഖബർ ശിക്ഷയുടെ വിഷയത്തിലുള്ള ആയത്ത്. ഖുർആൻ ഞാൻ നിങ്ങളുടെ കയ്യിൽ തന്നു. എന്താ നിങ്ങൾക്ക് തൊടാൻ പാടി? ഇങ്ങോട്ട് ഇറച്ചി തിന്നാൻ പോകുമ്പോൾ ആ കേവിയുമായിട്ട് ലയിക്കാനല്ലേ നിങ്ങൾ 5-അംഗ സമിതി ഉണ്ടാക്കിയത് അല്ലേ? അതുകൊണ്ട് തന്നെ പറഞ്ഞത് അതൊക്കെ അവിടെ പറഞ്ഞ് ചെന്ന് പറഞ്ഞാൽ മതി, ഇങ്ങോട്ട് പോകേണ്ട ആവശ്യമില്ല. ആ കേവിയുമായി ഖുർആന്റെ ആയത്ത് കട്ടുമുറിച്ച് സിഹിറില്ല വമാഹും ബിളാരീന ബിഹി മിൻ അഹദിൻ എന്ന് ഓതി നിർത്തിയ നീ, എന്നിട്ട് ആയത്ത് കട്ടുമുറിച്ച് നിങ്ങളുടെ വാദം സ്ഥാപിച്ച ആ കേവിയുടെ ഇറച്ചി ഇൻഷാ അല്ലാഹ് നല്ലോണം തിന്നോളി, കൂടിരുന്ന് തിന്നോളി. അതിനൊന്നും എന്റെ ചോദ്യത്തിന് മറുപടി ആവില്ല. ഈ 2 ആയത്തും എവിടെ? സിറാത്തിന്റെ മറുപടി എവിടെ? നുസൂലിന്റെ മറുപടി എവിടെ? ഖബർ ശിക്ഷയുടെ മറുപടി എവിടെ? ആയത്തെവിടെ? ആയത്തെടുക്കൂ. നിങ്ങൾ ചെയ്തിരിക്കുന്നത് ചെറിയ അപരാധമല്ല. ഇത് ഇറച്ചി എന്ന വിഷയമല്ല. അള്ളാന്റെ ഖുർആന്റെ പേര് നുണ പറയേ, എന്നിട്ട് സഹാബത്തിന്റെ പേര് കളവ് പറയേ. ഇത് ഇറച്ചിന്ന തീരുണ പ്രഷറും ഷുഗറും അല്ലട്ടോ. ഇത് പരലോകത്തെത്തിയാൽ ഗൗരവമുള്ള വിഷയമാണ്. അതുകൊണ്ട് എന്റെ അടുത്ത ചോദ്യം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു, എന്റെ ചോദ്യം വിഷയത്തിൽ തന്നെയാണ്. പിന്നെ മൂപ്പര് 2001 സഹോദര, ഈ ഞങ്ങളുടെ വാദം എന്താ? ഈ തീരുമാനത്തിൽ നിങ്ങൾ വ്യതിചലിച്ചിട്ടുണ്ട്. തീരുമാനത്തിൽ ഒന്നെന്താ? ഖുർആനും സുന്നത്തുമല്ലേ? ആ സുന്നത്തും സ്വീകരിക്കുന്നതിന് മനഹജ് വേണമെന്നല്ലേ? ആ മനഹജ് നിങ്ങൾക്കില്ല. അതാ ഞങ്ങൾ ഇവിടെ സ്ഥാപിച്ചുകൊണ്ടിരിക്കുന്നത്. അത് വിഷയത്തെ കൊണ്ടല്ല. നിങ്ങൾക്ക് മറുപടി ഇല്ല, അത് പറഞ്ഞാൽ പോരെ? ഞങ്ങൾ ചോദ്യം ചോദിക്കുന്നു. ആളുകൾക്ക് കേൾക്കുന്ന ഇറച്ചി നുളുക്കുന്നത് മനസ്സിലാവുന്നുണ്ട്. അതുകൊണ്ട് എന്റെ ചോദ്യം ദജ്ജാലിന്റെ വിഷയമാണ്, മറുപടി. KV അബ്ദുൽ ലത്തീഫ് മൗലവിയുടെ ഇറച്ചി നിങ്ങൾ കുറെ തിന്നുപ്പോടെ. കാരണം ഇറച്ചി നിന്നുള്ളവർക്ക് തിരിയുന്നാണല്ലോ. പച്ചിറച്ചി കുറച്ച് തിന്നിട്ടുണ്ട്, അത് മനസ്സിലായി. അത് തിന്നാൻ തുടങ്ങിയത് ഇപ്പോഴാണ്. തമ്മ് തെറ്റിയപ്പോ തിന്നാൻ തുടങ്ങി. അതുവരെ തിന്നിട്ടില്ല. എന്നാൽ തമ്മ് തെറ്റാത്ത കാലത്ത് KV അബ്ദുൽ ലത്തീഫ് മൗലവിയുടെ ടീം ഇറക്കിയിരിക്കുന്ന പുസ്തകത്തിൽ പറയുന്നു, കഴിക്കാവുന്ന ആഹാര പദാർത്ഥങ്ങളിൽ പന്നി ഇറച്ചിപ്പെടും. ഇത് ഖുർആനിന്റെ ആയത്ത് നിഷേധമല്ലെങ്കിൽ പിന്നെ എന്താണ്? ഇതുവരെയും ഈ വിഷയത്തിൽ നിങ്ങളൊരു വ്യതിയാനവും അദ്ദേഹത്തിനെതിരെ ആരോപിച്ചിട്ടില്ല. നിങ്ങൾ തമ്മിൽ തെറ്റിയപ്പോ അദ്ദേഹത്തിന് ആയത്തിൽ അബദ്ധം പറ്റിയിട്ടുണ്ട്, പോരായ്മകൾ സംഭവിച്ചിട്ടുണ്ട്, അദ്ദേഹം വെട്ടിമുറിച്ചിട്ടുണ്ട് എന്നൊക്കെ കണ്ടെത്താൻ ശ്രമിച്ചിട്ടുണ്ട്. പക്ഷേ നിങ്ങൾ മൂപ്പരായിട്ട് ബന്ധപ്പെട്ട വിഷയം ഇവിടെ ഞങ്ങൾക്ക് പറയാനുള്ളത്, നിങ്ങളുടെ കൂടെ നിൽക്കുമ്പോൾ ആയത്തിന് വിരുദ്ധമായി, ഖുർആന് വിരുദ്ധമായി ഫത്വ കൊടുത്തിരിക്കുന്ന, എഴുതി വച്ചിരിക്കുന്ന, അല്ലെങ്കിൽ അതിന് ആശീർവാദം നൽകിയിരിക്കുന്ന KVയുടെ നിലപാടിനോട് നിങ്ങൾ ആദർശ വ്യതിയാനം ആരോപിച്ചിട്ടില്ല. പിന്നെ AP അബ്ദുൽ ഖാദർ മൗലവി
സലാം മൗലവി എഴുതിയിരിക്കുന്ന സംസം വെള്ളത്തിന്റെ വിഷയം അത് ന്യായീകരിച്ചു എന്ന് ഞാൻ പറഞ്ഞപ്പോ സംശയം തീർക്കാനാണോ എനിക്കറിയില്ല. ഈ രേഖ ഞങ്ങളിൽ നിന്ന് വാങ്ങിയിട്ട് പോലും, ഇത് ഞങ്ങളുടെ കയ്യിൽ നിന്ന് വാങ്ങിയിട്ട് പോലും അതൊന്ന് വായിക്കാൻ, അതിനെക്കുറിച്ച് പ്രതികരിക്കാൻ ഇപ്പോഴും സാധിച്ചിട്ടില്ല. ഇനിയുള്ള അവസരമെങ്കിലും അതിന് നിങ്ങൾക്ക് സാധിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുകയാണ്. കാരണം ഒരു വിഷയമെങ്കിലും അത് സംബന്ധമായി വരികയാണെങ്കിലോ, ഒരൊറ്റ വിഷയമെങ്കിലും. പിന്നെ വീണ്ടും വീണ്ടും ഞാൻ പറയുന്നു, കള്ളക്കേസിന്റെ വിഷയത്തിൽ നിങ്ങൾക്ക് രക്ഷപ്പെടാൻ പറ്റില്ല. കാരണം ഖുർആനെതിരാണ് നിങ്ങൾ ചെയ്തത്. പലിശന്റെ വിഷയത്തിൽ രക്ഷപ്പെടാൻ കഴിയില്ല, ഖുർആനെതിരാണ് ചെയ്തത്. പന്നിയിറച്ചിന്റെ വിഷയത്തിൽ രക്ഷപ്പെടാൻ കഴിയില്ല, ഖുർആനെതിരാണ് ചെയ്തത്. പിന്നെന്താ പരാമർശം അറിയോ? ഈ ഇങ്ങനെയൊക്കെ പറഞ്ഞ ആൾക്കാരുമായി ഇപ്പൊ നിങ്ങൾ സൗഹാർദ്ദം ഉണ്ടാക്കുവാൻ ശ്രമിക്കുകയല്ലേ? ആദർശ രംഗത്ത് നിങ്ങൾ അവിടെ നിൽക്കുന്ന കാലത്ത് ഒരുമിച്ചുണ്ടായിരുന്ന വ്യതിയാനങ്ങളിൽ നിന്ന് ആ വ്യതിയാനം പൂർണ്ണമായി സംഭവിച്ചിരിക്കുന്ന നിങ്ങൾ മാറിയുന്നപ്പോ കുറച്ചു ഭാഗം ആളുകൾ നേരെ ആയിക്കൊണ്ടിരിക്കുന്നുണ്ട് എന്ന പ്രതീക്ഷ ഞങ്ങൾക്കുണ്ട്. അതുകൊണ്ട് തന്നെ ആദർശപരമായി ഞങ്ങൾ മുന്നോട്ട് വെക്കുന്ന സിഹിർ അടക്കമുള്ള ജിന്ന് വിഷയം അടക്കമുള്ള വിഷയങ്ങളിൽ ഞങ്ങൾ മുന്നോട്ട് വെക്കുന്ന വിശുദ്ധ ഖുർആന്റെയും പ്രവാചകത്തിന്റെയും നിലപാടിലേക്ക് അവരെന്നല്ല നിങ്ങൾ വന്നാൽ പോലും ഞങ്ങൾക്ക് പരസ്പരം കൂടിയിരിക്കുവാൻ പ്രയാസമുണ്ടാവില്ല. പിന്നെ ഈ 5 അംഗ സമിതി ഇന്ന് മാത്രം ഉണ്ടാക്കിയതല്ല. 2010 7 അംഗ സമിതി ഉണ്ടായിരുന്നു. അന്ന് അബ്ദുറഹ്മാൻ സലഫിയുടെ ഇടത്തും വലത്തുമായി നിങ്ങളൊക്കെ തന്നെയാണ് ഉണ്ടായിരുന്നത്. അന്ന് ഞങ്ങളുമായി കൂടിയിരിക്കുവാനും ഞങ്ങളുമായി ഐക്യത്തിലാകുവാനും അത് എങ്ങനെയാവണമെന്ന് ചർച്ച ചെയ്യുവാനുമാണല്ലോ 7 അംഗ സമിതി ഉണ്ടാക്കിയിരിക്കുന്നത്. ആ സമയത്ത് ഞങ്ങളിലെ ഈ ഹദീസ് നിഷേധം നിങ്ങൾ കാണാതെ പോയോ? നിങ്ങൾ പാരപിച്ചുകൊണ്ടിരിക്കുന്ന അപ്പോ ഈ കാപ്പറ്റമൊക്കെ പിന്നെ അത് പുറത്തെടുത്തിട്ട് കാര്യമില്ല. ആളുകൾക്ക് കാര്യം മനസ്സിലാകും. ഞങ്ങൾ ചോദിച്ച ചോദ്യങ്ങൾക്കെല്ലാം ഉത്തരമുണ്ടായില്ല. നിങ്ങൾ ചോദ്യങ്ങൾ ചോദിക്കുന്നുമില്ല. പുതിയൊരു ആരോപണം വന്നത് ഞങ്ങൾ ഖബർ ശിക്ഷയെ നിഷേധിക്കുന്നതാണ്. ഖബർ ശിക്ഷയെ നിഷേധിക്കുന്നവരാണ് ഞങ്ങൾ എങ്കിൽ ഞങ്ങള് പിന്നെ മയ്യത്തിനെ മറവ് ചെയ്തിട്ട് അവിടെ പോയി തസ്ബീത്തല്ലോ, നേരെ മറവ് ചെയ്തിട്ട് കൈ തട്ടി പോരൂലേ? ഞങ്ങൾ എവിടെയാ തസ്ബീത്ത് അല്ലാത്തത്? തസ്ബീത്ത് ചെല്ലാത്ത എവിടെയാ? ഖബർ ശിക്ഷയുമായി ബന്ധപ്പെട്ട ആ വിഷയത്തിൽ ഖബറാളിക്ക് ലഭിക്കേണ്ട ആശ്വാസത്തിന് വേണ്ടിയാണല്ലോ തസ്ബീത്ത് ചൊല്ലിക്കൊണ്ടിരിക്കുന്നത്. അത് പ്രാർത്ഥനയാണല്ലോ. ഖബറാളിക്ക് വേണ്ടി അവിടെ സ്ഥൈര്യം ലഭിക്കുവാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നു ഞങ്ങൾ. ഖബർ ശിക്ഷയെ നിഷേധിക്കുന്നു എന്നത് ഞാൻ പറഞ്ഞല്ലോ ഇതുപോലെയുള്ള വ്യാഖ്യാന കസർത്തുക്കൾ മാത്രമാണ്. അത് വ്യാഖ്യാന കസർത്തുക്കളാ. കാര്യങ്ങളെ നേരാം വിധം മനസ്സിലാക്കുകയും കൃത്യമായി പിന്നെ ബോധ്യപ്പെടുത്തുകയും ചെയ്യാൻ ശ്രമിക്കാത്തവർ, ചോദ്യങ്ങൾക്ക് ഉത്തരം പറയാതെ, ചോദ്യം ചോദിക്കേണ്ട സമയത്ത് വിഷയാധിഷ്ഠിതമായി ചോദ്യം ചോദിക്കാതെ സമയം തള്ളി നീക്കുക മാത്രമാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ടാണ് സംസം വെള്ളത്തിന്റെ വിഷയം ഒരുപാട് കാലം കഴിഞ്ഞ 10-12 കൊല്ലമായി ഞങ്ങൾക്ക് നേരെ കിട്ടുന്ന വേദികളിൽ മുഴുവനും ആരോപണമായി ഉന്നയിച്ചിട്ട് നേർക്ക് നേരെ ആ വിഷയത്തിൽ ഒരു ചോദ്യം പോലും ചോദിക്കുവാൻ തയ്യാറാവാതിരിക്കുകയും ഞങ്ങളുടെ ചോദ്യങ്ങൾക്ക് മറുപടി പറയാൻ ശ്രമിക്കാതിരിക്കുകയും ചെയ്തത് നിങ്ങൾക്കാണ്. യഥാർത്ഥത്തിൽ ആദർശ വ്യതിയാനവും ആദർശരാഹിത്യവും വെച്ചത് നിങ്ങളുടെ ഭാഗം മാത്രമായിരുന്നു. 1999 മുതൽ 2002 വരെ നിങ്ങൾ ആരോപിച്ചിരിക്കുന്ന ഓരോ വ്യതിയാന ആരോപണങ്ങളും എന്ന് വീണ്ടും വീണ്ടും ഉറക്കെ ആളുകൾക്ക് മനസ്സിലാകുന്ന വിഷയത്തിലേക്കാണ് കാര്യങ്ങൾ എത്തിയിട്ടുള്ളത്. അതുകൊണ്ട് ഒരിക്കൽ കൂടി ഞാൻ ആഗ്രഹം പ്രകടിപ്പിക്കട്ടെ, ഒരു ചോദ്യമെങ്കിലും വിഷയത്തിൽ നിന്നുകൊണ്ട് നിങ്ങൾ ചോദിക്കണം. അത് സംസം വെള്ളത്തിന്റെ വിഷയമായാൽ കുറച്ച് നിങ്ങൾക്കും മുടിയിട്ടിട്ടോ വേറെ വല്ലോട്ടിട്ട് കുടിക്കുകയും ചെയ്യാം. ആയത്ത് ഇപ്പോഴും കിട്ടിയിട്ടില്ല. ആയത്ത് എവിടെ മൗലവി? 2 ആയത്ത് ഞാൻ ചോദിച്ചു, എവിടെ? മറുപടി എവിടെ? എന്താ സഹോദര, ഇത് കളിക്കേണ്ട വിഷയമാണോ? അള്ളാന്റെ ഖുർആന്റെ പേരിൽ കളവ് പറഞ്ഞിട്ട് അത് ഞങ്ങൾ ഈ ഇത്രയും ആളുകൾ കേട്ടുകൊണ്ടിരിക്കുന്നുണ്ടല്ലോ. ഇത് എവിടെ? ഞങ്ങൾ ആയത്ത് ചോദിച്ചിട്ട് ആയത്ത് നിങ്ങൾക്ക് ഉദ്ധരിക്കാൻ കഴിഞ്ഞിട്ടില്ല. ഇനി മാത്രമല്ല എ പി എഴുതി നിങ്ങൾ അടുത്ത മറുപടിയിൽ മുഴുവൻ വായിക്കണം. നിങ്ങൾ ആ വിഷയം മുഴുവൻ വായിക്കണം. ഞാൻ പ്രത്യേകിച്ച് ആവശ്യപ്പെടുന്നു, എന്റെ സഹോദരൻ ലത്തീഫ് മൗലവി ആ ലേഖനം മുഴുവൻ വായിക്കണം. ഇനി AP വളണ്ടിയർ കോർ ഉണ്ടാക്കി ആ സംസമിന്റെ വിഷയം ന്യായീകരിച്ചാൽ അത് വ്യതിയാനമാണ്, സംശയമില്ല. ആ AP ആയിട്ട് ഞങ്ങൾ 5 അംഗ സമിതി ഉണ്ടാക്കിയത് അല്ലേ? 5 അംഗ സമിതി മറക്കണ്ട, പണി നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഇനി മാത്രമല്ല മൂപ്പർക്ക് 5 മിനിറ്റ് കൊണ്ട് പ്രസംഗിച്ചിട്ടുണ്ട്, ആകണില്ല. 5 മിനിറ്റ് കൊണ്ട് പ്രസംഗിച്ച് തീർക്കുക. അപ്പോ അതിന് കേസും കൂട്ടും. ഇൻഷാ അല്ലാഹ് കേസൊക്കെ നമുക്ക് ചർച്ച ചെയ്യാം. ഇവിടെ ആയത്ത് ഉദ്ധരിക്കും നിങ്ങൾ. മാത്രമല്ല കെ വി ഞങ്ങളുടെ കൂടെ ഉണ്ടാകുമ്പോഴല്ല ആയത്ത് ഓതിയത്. നിങ്ങളുടെ ആദർശം സ്വീകരിച്ച് ഞങ്ങൾ പോയതിനു ശേഷം ആയത്ത് ഓതിയത്. അതെങ്കിലും മനസ്സിലാക്ക്.
മനസ്സിലായോ? കേവി ഞങ്ങളുടെ കൂടെ ഉണ്ടാകുമ്പോൾ ആയത്തോതി ദുർവ്യാഖ്യാനിച്ച തട്ടു ഞങ്ങൾ ആരെയും തട്ടും. കേവി എന്നല്ല, ആരെയും ഞങ്ങൾ തട്ടും. ആദർശമാണ് ഞങ്ങൾക്ക് വലുത്, അള്ളാഹുവിന്റെ ദീനാണ് ഞങ്ങൾക്ക് വലുത്, ഞങ്ങൾക്ക് പരലോകമാണ് വലുത്. അതുകൊണ്ട് സഹോദരങ്ങൾ, ദീൻ കൊണ്ട് നിങ്ങൾ കളിക്കരുത്. എന്റെ അവസാനത്തെ ചോദ്യം ചേകനൂർ മൗലവിയെ സംബന്ധിച്ച് നിങ്ങളുടെ യുവനേതാവ് എഴുതിയത് നിങ്ങൾ പൂർണ്ണമായി ഇപ്പോഴും അംഗീകരിക്കുന്നുണ്ടോ എന്നാണ്. ചേകനൂർ മുസ്ലിം നവോത്ഥാനവുമായി ബന്ധപ്പെട്ടുകൊണ്ട് നിങ്ങളുടെ യുവനേതാവ് എഴുതിയിട്ടുള്ള ആ ലേഖനം അത് മൻഹജ് എന്നുള്ള വ്യതിയാനമാണ്. ഹദീസിന് ശരിയായ പച്ചക്കുഫർ ഇവിടെ പ്രചരിപ്പിച്ചിട്ടുള്ള ആ ചേകനൂർ മൗലവിയെ നിങ്ങൾ ന്യായീകരിക്കുന്നു. അത് ഞങ്ങളുടെ ഒന്നാമത്തെ വാദത്തിനുള്ള തെളിവാണ്. നിങ്ങൾക്ക് വ്യതിയാനം സംഭവിച്ചിട്ടുണ്ട് എന്നതിന്റെ തെളിവാണ്. അതുകൊണ്ട് സഹോദരങ്ങളെ, നിങ്ങൾ വിഷയം മനസ്സിലാക്കണം. 2 ആയത്ത് ഞാൻ ചോദിച്ചു, അവിടെ പറഞ്ഞിട്ടില്ല. സിറാത്തിന് ഞാൻ ചോദിച്ചു, പറഞ്ഞിട്ടില്ല. അള്ളാഹുവിന്റെ ഖുർആന്റെ പേരിൽ കളവ് ഞാൻ പിടിച്ചു, പറഞ്ഞിട്ടില്ല. ഖബറുൽ ആഹദ് തൊട്ടിട്ടില്ല, സുല്ലമിയുടെ കത്ത് തൊട്ടിട്ടില്ല. അതുപോലെ തന്നെ ദജ്ജാലിന്റെ വിഷയം മുപ്പര് കേട്ടിട്ടെന്നല്ല. ദജ്ജാൽ കേൾക്കണം, നിങ്ങൾ ഖബർ ശിക്ഷ നിങ്ങൾ പറയണം. അതുപോലെ തന്നെ മുഅ്തസിലിയത്തും അതുപോലെ തന്നെ അശ്ശരിയത്തും നിങ്ങൾ പറയണം. അള്ളാഹുവിന്റെ ഖുർആനിൽ നിങ്ങൾ കെട്ടിപ്പറഞ്ഞ 2 ആയത്ത് ഞങ്ങൾക്ക് കിട്ടേണ്ടതുണ്ട്. ഹദീസ് ഞങ്ങൾ ഇൻഷാ അല്ലാഹ് അടുത്ത ആഴ്ച ചോദിച്ചോളാം. ആയത്ത് നിങ്ങൾ പറയണം. അതുകൊണ്ട് സഹോദരങ്ങളെ, ഇത് വളരെ ഗൗരവമുള്ള വിഷയമാണ്. ഇത് ദീനിന്റെ വിഷയമാണ്. തക്ബീർ ചൊല്ലി വിജയിക്കാനുള്ളതല്ല. അള്ളാഹുവിന്റെ മുമ്പിൽ വകുല്ലുഹും ആതീഹി യൗമൽ ഖിയാമത്തി ഫർദാ, ഒറ്റക്കൊറ്റക്ക് വരുമ്പോ ഇവിടെ തക്ബീർ വിരിക്കാൻ ആളുണ്ടാകും, പക്ഷെ പരലോകത്ത് ഉണ്ടാവുകയില്ല. നിങ്ങൾ എത്തിപ്പെട്ടിരിക്കുന്നത് തനിച്ച ചേകനൂരിസത്തിലേക്കാണ്. അതിൽ നിങ്ങൾ സഹോദരങ്ങളെ, നിങ്ങൾ രക്ഷപ്പെടണമെന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. നിങ്ങളോട് ഞങ്ങൾക്ക് വിരോധമില്ല, അല്ലെങ്കിൽ ഞങ്ങൾക്ക് നിങ്ങളോട് വിരോധമില്ല. നിങ്ങളെല്ലാം പിഴച്ചു പോകണമെന്നല്ല ഞങ്ങൾ ആഗ്രഹിക്കുന്നത്. നിങ്ങൾ അഹ്ലുസുന്നത്തിന്റെ, ഖുർആനിന്റെ, ഹദീസിന്റെ ആശയത്തിലേക്ക് നിങ്ങൾ തിരിച്ചു വരണം. ആ ആശയമാണ് ഞങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. മാത്രവുമല്ല സഹോദര നമുക്കെതിരെ ഇവർ ഒരു ആരോപണം ഉന്നയിച്ചപ്പോ അവരുടെ കയ്യിൽ നിന്ന് ആ പ്രസിദ്ധീകരണം വാങ്ങി ആ ഭാഗം മുഴുവനും വായിച്ചു കൊടുത്താണ് നമ്മൾ. അതുപോലെ തന്നെ അവരോട് സംസം വെള്ളവുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ ഒരു വിഷയം നമ്മൾ ആവർത്തിച്ച് ഒരുപാട് തവണ പറഞ്ഞപ്പോ ആ രേഖ ഞങ്ങളിൽ നിന്ന് ചോദിച്ചു വാങ്ങി കണ്ടു ബോധ്യപ്പെട്ടിട്ട് പോലും അതിനോട് പ്രതികരിക്കാതെ ഇപ്പൊ പറയാ അത് മുഴുവനും വായിക്കണം എന്ന് പറഞ്ഞാൽ അത് മുഴുവനും വായിക്കേണ്ട ഒരുപാട് സന്ദർഭങ്ങൾ കഴിഞ്ഞു പോയിട്ടുണ്ട്. അപ്പോഴൊന്നും പറഞ്ഞില്ല. അപ്പൊ എന്താ, ഇത് നിർത്താനാകുമ്പോ, പിരിയാനാകുമ്പോ, സമയമില്ലാതിരിക്കുമ്പോ മുഴുവനും വായിക്കണം. ആ മുഴുവനും വായിക്കാൻ നിങ്ങളെ കൈ തന്നത് നിങ്ങൾ കണ്ടോ? AP അബ്ദുൽ ഖാദർ മൗലവി അതിനെ നിഷേധിക്കുകയാണോ, നിരാകരിക്കുകയാണോ, അതല്ല ന്യായീകരിക്കുകയാണോ ചെയ്തത്? പ്രതികരിച്ചില്ലെങ്കിൽ മറുപടി പറഞ്ഞില്ല. പിന്നെ ഇപ്പൊ അവസാനം വന്നൊരു ചോദ്യം, എന്താ, ചേകനൂരിനെ കുറിച്ച് എഴുതപ്പെട്ടിരിക്കുന്ന പുസ്തകത്തിലെ എല്ലാ പരാമർശങ്ങളും നിങ്ങൾ അംഗീകരിക്കുന്നുണ്ടോ? ആ പുസ്തകത്തെ പൂർണ്ണമായി വായിച്ചിട്ട്, ആദ്യം മുതൽ അവസാനം വരെ വായിച്ചിട്ട്, അതിൽ ഇന്ന അബദ്ധങ്ങളുണ്ട് എന്ന് കൃത്യമായി അക്കമിട്ട് പ്രമാണനിബദ്ധമായി സമർത്ഥിക്കുവാൻ നിങ്ങൾ തയ്യാറായാൽ തെറ്റുണ്ടെങ്കിൽ അതിന് കഴിയണം നിങ്ങൾക്ക്. മാത്രമല്ല ആ പുസ്തകം പിൻവലിക്കുകയോ തിരുത്തുകയോ ഒക്കെ ചെയ്യും. പക്ഷെ പുസ്തകം മുഴുവനും വായിച്ചിട്ട് ആ പുസ്തകത്തിന്റെ ആശയത്തിൽ ഇന്ന സംഗതികൾ അബദ്ധമാണ് എന്ന് സമർത്ഥിക്കണം. അതിന് ശ്രമിച്ചിട്ടില്ല. ഏതെങ്കിലും കഷ്ടം മുറിച്ചു വായിച്ചാൽ ആവില്ല, അതുകൊണ്ടാവില്ല. അത് ആ നിലക്ക് തന്നെ കാണുവാൻ സാധിക്കണം. പിന്നെ AP അബ്ദുൽ ഖാദർ മൗലവിക്ക് വ്യതിയാനം ഇപ്പൊ ഉണ്ട് എന്ന് പറഞ്ഞു നോക്കാണ്. എന്ന് AP അബ്ദുൽ ഖാദർ മൗലവി ചവിട്ടി പുറത്താക്കിയതിനു ശേഷം ഞാൻ അതാണ് 2002 സംസം വെള്ളത്തിന്റെ വിഷയത്തിൽ ന്യായീകരിച്ചുകൊണ്ട് ലേഖനം എഴുതിയ അഥവാ മറുപടി എഴുതിയിരിക്കുന്ന AP അബ്ദുൽ ഖാദർ മൗലവിക്കെതിരെ നിങ്ങൾ എന്തുകൊണ്ട് ഇക്കാലം അത്രയും വ്യതിയാനം ആരോപിച്ചില്ല? ഇപ്പൊ ആരോപിച്ച പോരാ. കാരണം എന്താ, ഇപ്പൊ നിങ്ങളും AP 2 തട്ടില്ല. അന്ന് നിങ്ങൾക്ക് വേണ്ടപ്പെട്ട ആളായിരുന്നു. നിങ്ങൾ ആ കുടക്കീഴ ജീവിച്ചത്. നിങ്ങളെ കുറിച്ച് മനോഹരമായി പറയുകയും എഴുതുകയും ഒക്കെ ചെയ്യാൻ ശ്രമിച്ചിരിക്കുന്ന ആളാണ്. മീഡിയകളോട് വരെ ഞങ്ങൾ നല്ല ആദർശബോധമുള്ള, അച്ചടക്കമുള്ള നല്ല കുട്ടികളെയാണ് കൊണ്ടുവന്നിരിക്കുന്നത് എന്നൊക്കെ നിങ്ങളെ കുറിച്ച് പറയുന്ന കാലത്ത് സംസം വെള്ളത്തിന്റെ പോരിശയെ കുറിച്ച് ബന്ധപ്പെട്ട വിഷയത്തിൽ സലാം സുല്ലമയെ ന്യായീകരിച്ചുകൊണ്ട് AP അബ്ദുൽ ഖാദർ മൗലവി എഴുതിയത്. നിങ്ങൾ എന്തുകൊണ്ട് വ്യതിയാനം ആരോപിച്ചില്ല? പിന്നെ KV അവരിൽ നിന്ന് വിട്ട ശേഷമാണ് ആയത്ത് മുറിച്ചു വായിച്ചത്. ആയത്ത് മുറിച്ചു വായിച്ചത് നിങ്ങളും അദ്ദേഹവുമായി ബന്ധപ്പെട്ട വിഷയം മാത്രമാണ്. പക്ഷേ നിങ്ങളുടെ കൂടെ നിൽക്കുന്ന സമയത്താണ് പന്നി മാംസം ഹലാലാക്കിയത് ഖുർആന് വിരുദ്ധമായി.
ഖുർആന് വിരുദ്ധമായി പന്നിമാംസം ഹലാലാക്കിയത് നിങ്ങളുടെ കൂടെ നിൽക്കുന്ന, നിങ്ങൾ അദ്ദേഹത്തിന്റെ കൂടെ നിൽക്കുന്ന കാലത്താണ്. എന്തുകൊണ്ട് നിങ്ങൾ വ്യതിയാനം ആരോപിച്ചില്ല? ഒരാരോപണവും കേട്ടില്ല. അതുകൊണ്ടാ വീണ്ടും വീണ്ടും അത് ആവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. ഒരുപാട് കാര്യങ്ങൾ തൊടാതെ പോയിട്ടുണ്ട്. ഞാൻ പറഞ്ഞല്ലോ നേരത്തെ, സമന്വയത്തെക്കുറിച്ച് KNMന്റെ റിപ്പോർട്ട് തന്നെ വന്നിട്ടുണ്ട്. അതിനെക്കുറിച്ച് പരാമർശം കണ്ടില്ല. ജരാതര ബാധിച്ച് മസ്തിഷ്കം മറ്റു വരുന്ന വിഷയത്തിലെ പ്രതികരണങ്ങൾ ഞാൻ കൃത്യമായി നൽകിയിരുന്നു. മറുപക്ഷം പ്രതികരിച്ചു കണ്ടില്ല. അതുപോലെ തന്നെ ഇവരെ ഖുറാഫികൾ വരെ പ്രശംസിച്ചിരിക്കുന്ന ചില സംഗതികൾ ശ്രദ്ധയിൽപ്പെടുത്തിയിരുന്നു. അതിനും പ്രതികരണം ഉണ്ടായില്ല. കള്ളക്കേസിന്റെ വിഷയത്തിൽ കൃത്യമായിരിക്കുന്ന ഒരു മറുപടിയും ലഭിച്ചിട്ടില്ല. അതുപോലെ തന്നെ മരം നടുന്നതുമായി ബന്ധപ്പെട്ട് ദശക്കണക്കിന് ഹദീസുകൾ ഉണ്ടായിട്ടും അതിനെ നിഷേധിച്ചിരിക്കുന്ന ഇവർ ഇപ്പോഴും ആ വിഷയത്തിൽ മൗനം പാലിച്ചുകൊണ്ടിരിക്കുകയാണ്. ഒറ്റക്കാരും കൂടി പറയട്ടെ, ഞങ്ങൾക്കെതിരെ, ഞങ്ങളുടെ പണ്ഡിതന്മാർക്കെതിരെ ആദർശ വ്യതിയാനം ആരോപിച്ച് രംഗത്ത് വന്നവർ പലരും സ്വയം മനസ്താപം ഉണ്ടാവുകയും ചിലർ നേരിട്ട് വന്ന് മാപ്പ് പറയുകയും ചെയ്തത് നിങ്ങൾ കണ്ടുപിടിക്കേണ്ടതുണ്ട്. സുബൈർ മങ്കട, KK മുഹമ്മദ് സുല്ലമിയെയും CP ഉമർ സുല്ലമിയെയും അതുപോലെ ഹുസൈൻ മടവൂരിനെയും നേരിൽ കണ്ട് മാപ്പ് ചോദിച്ചിരിക്കുന്നുവെങ്കിൽ ചെയ്തു പോയത് അബദ്ധമായിരുന്നു, തെറ്റായിരുന്നു, കളവായിരുന്നു എന്ന് കൃത്യമായി ബോധ്യപ്പെട്ടതുകൊണ്ടാണ് എങ്കിൽ അതുപോലെ കാര്യങ്ങൾ ബോധ്യപ്പെട്ട് മാപ്പ് പറഞ്ഞ് തിരിച്ചു വരാൻ നിങ്ങൾ ശ്രമിച്ചില്ലെങ്കിൽ പരലോകം ഖബറ് അപകടകരമായിരിക്കും എന്ന് മാത്രം ഈ സന്ദർഭത്തിൽ ഓർമ്മപ്പെടുത്തുകയാണ്. ആ ഒരു ബോധം ഉണ്ടാവണമെന്ന് വീണ്ടും വീണ്ടും നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്തുകയാണ്, ആവർത്തിച്ച് ഓർമ്മപ്പെടുത്തുകയാണ്. അള്ളാഹു അനുഗ്രഹിക്കട്ടെ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇതുവരെ നമ്മുടെ സംവാദം വളരെ ഭംഗിയായി മുന്നേറിയിട്ടുണ്ട്. അവസാനത്തെ 20 മിനിറ്റ് മാത്രമാണ് ബാക്കിയുള്ളത്. ഇരുപക്ഷത്തിനും മൊത്തം കൺക്ലൂഡ് ചെയ്ത് സംസാരിക്കാനുള്ള അവസരമാണ്. നറുക്കെടുപ്പിലൂടെയാണ് ആ അവസരം കണ്ടെത്തിയിട്ടുള്ളത്. ഒന്നാമതായി സംസാരിക്കുവാൻ നറുക്ക് ലഭിച്ചിട്ടുള്ളത് KNM മർക്കസുദ്ദാവ വിഭാഗത്തിനാണ്. അവരുടെ മിനിറ്റ് സാരത്യശമില്ല. സലഫി ദാവ വിങ് സംസാരിക്കും. 10 മിനിറ്റ് നേരം കൺക്ലൂഡ് ചെയ്ത് സംസാരിക്കുന്നതിന് വേണ്ടി KNM മർക്കസുദ്ദാവ വിങ് വിഭാഗത്തിന്റെ പണ്ഡിതന്മാരെ ആദ്യ സ്നേഹപൂർവ്വം ക്ഷണിക്കും.